ബാർക്കോഴ കേസ് CBI അന്വേഷണമാണ് ഉചിതമെന്ന് ഹൈക്കോടതി. വിജിലൻസ് അന്വേഷണം നീതിപൂർവമാകില്ലെന്നും കോടതി. പ്രതിയായ മന്ത്രിക്ക് മുഖ്യമന്ത്രി ക്ലീൻ ചിറ്റ് നൽകിയ സാഹചര്യത്തിൽ അന്വേഷണം എങ്ങനെ നീതിപൂർവമാകുമെന്നും കോടതി ചോദിച്ചു. കേസിൽ മുഖ്യമന്ത്രി ഇടപെട്ടുവെന്നും മാണി നിരപരാധിയാണെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന പാടില്ലായിരുന്നുവെന്നും കോടതി നിരീക്ഷിച്ചു. കേസ് പരിഗണിക്കുന്നത് കോടതി അടുത്ത മാസം 2 മാറ്റിവെച്ചു. ഈ വിഷയമാണ് ഇന്ന് ന്യൂസ് ആൻഡ് ന്യൂസ് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് കോൺഗ്രസ് നേതാവ് ഡോക്ടർ മാത്യു കുഴൽനാടൻ, CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, BJP നേതാവ് ശ്രീ JR പത്മകുമാർ, അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ ശ്രീ J അജിത് കുമാർ, ഒപ്പം ഡോക്ടർ ബിജു രമേശും ചർച്ചയിൽ ചേരും. ഏറ്റവും ആദ്യം ഡോക്ടർ മാത്യു കുഴൽനാടൻ, CBI അന്വേഷണം ഈ കാര്യത്തിൽ വേണമോ വേണ്ടയോ? അല്ല, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ചോദിക്കുന്നതെങ്കിൽ ഞാൻ വളരെ അസന്നിഗ്ധമായി പറയും, CBI അന്വേഷണം നടക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. കാരണം ഇനിയിപ്പോൾ വിജിലൻസ് അന്വേഷണത്തിൻ്റെ കാര്യത്തിൽ ഇവിടുത്തെ പ്രതിപക്ഷം അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവടക്കമുള്ളവർ സംശയവും മറ്റു കാര്യങ്ങളും രേഖപ്പെടുത്തിയിട്ടുള്ളതുകൊണ്ട് CBI അന്വേഷണം നടക്കണമെങ്കിൽ നടക്കട്ടെ. ആ കോടതിക്ക് അങ്ങനെ ഒരു വ്യൂ ആണ് കോടതി എടുക്കുന്നതെങ്കിൽ അതിനെ 2 കൈയും നീട്ടി സ്വാഗതം ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഡോക്ടർ മാത്യു കുഴൽനാടൻ, ഇന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്നത് വിജിലൻസ് വളരെ നീതിപൂർവ്വം അന്വേഷിക്കുന്നുണ്ട് എന്നാണ്. ഈ കാര്യത്തിൽ കൃത്യമായി തന്നെ എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് മുന്നോട്ട് പോകുന്നു എന്ന് സർക്കാരും പറയുന്നു. AG ഉൾപ്പെടെയുള്ളവർ കോടതിയിലും ആ രീതിയിലാണ് വാദിക്കുന്നത്. ആ നിലയ്ക്ക് എന്തിന് മറ്റൊരു തീരുമാനത്തിലേക്ക് പോകണം? വിജിലൻസ് തന്നെ തുടർന്നും അന്വേഷിച്ചാൽ പോരെ? അല്ല, ഇവിടെ ആഭ്യന്തരമന്ത്രി വിജിലൻസിൻ്റെ ചുമതലയുള്ള മന്ത്രി എന്ന നിലയിൽ വിജിലൻസിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് അദ്ദേഹം പറഞ്ഞു. വിജിലൻസ് ശരിയായ രീതിയിലാണ് അന്വേഷിക്കുന്നത്, അല്ലെങ്കിൽ വിജിലൻസിൽ മറ്റ് ഇടപെടലുകളില്ല, വിജിലൻസിൻ്റെ അന്വേഷണത്തിൽ തെറ്റുപറ്റേണ്ട സാഹചര്യമില്ല, തെറ്റുപറ്റാൻ സാധ്യതയില്ല. പക്ഷേ ഇനിയിപ്പോൾ കോടതിക്ക് മറിച്ച് തോന്നുന്നു എങ്കിൽ, കോടതിക്ക് തോന്നുകയാണ് വിജിലൻസ് അന്വേഷണത്തിൽ ഒരുപക്ഷെ ജസ്റ്റിസ് is not to be done, it has to seem to be done എന്ന് പറയുന്നത് പോലെ നീതി നടന്നാൽ പോരാൽ നടന്നു എന്ന് എല്ലാവർക്കും തോന്നുകയും വേണം. അതുകൊണ്ട് ഇനി വിജിലൻസ് പോരാ CBI വേണമെന്ന് കോടതിക്ക് അഭിപ്രായമുണ്ട് എങ്കിൽ അതിൽ യാതൊരു തെറ്റുമില്ല, അല്ലെങ്കിൽ അത് നടക്കട്ടെ എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തമായും ശക്തമായിട്ടുള്ള അഭിപ്രായം. ഡോക്ടർ മാത്യു, താങ്കൾ സാധാരണ കോൺഗ്രസ് പ്രവർത്തകരെ പോലെ അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കളെ പോലെ അല്ല പ്രതികരിക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ താങ്കളെ തന്നെ ഇന്ന് അതിഥിയായി കിട്ടാൻ പ്രത്യേകം താല്പര്യമെടുത്തതും. താങ്കളൊരു നിയമവിദഗ്ധൻ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കൃത്യമായി ചോദിക്കട്ടെ, ഈ കാര്യത്തിൽ വിജിലൻസ് കൃത്യമായി അന്വേഷിക്കുന്നുണ്ട് എങ്കിൽ ആ കാര്യത്തിൽ താങ്കൾ പറഞ്ഞതുപോലെ ജനങ്ങൾക്ക് അന്വേഷിച്ചു കൃത്യമായ അന്വേഷണമാണ് നടക്കുന്നതെന്ന് തോന്നുകയാണ് വേണ്ടത്. അല്ലാതെ ഒരു അന്വേഷണത്തിന് കാര്യമില്ല എന്ന് കോടതി നിരീക്ഷിക്കുന്നതിൽ കഴമ്പുണ്ടോ? അതായത് മുഖ്യമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും കീഴിലുള്ള വിജിലൻസ് മന്ത്രിയുടെ പേരിലുള്ള ഒരു അന്വേഷണം നടത്തുന്നത് ശരിയല്ല എന്ന കോടതിയുടെ നിരീക്ഷണത്തിന് കഴമ്പുണ്ടോ? അല്ല, ഡോക്ടർ ലാലിൻ്റെ ഈ ഒരു ലൈൻ ഓഫ് ആർഗ്യുമെൻറ്റ് ഞാൻ അക്സെപ്റ്റ് ചെയ്യേണ്ടി വരുമായിരുന്നു. ഇഫ് ഇറ്റ് ഈസ് എ ഫൈനൽ ജഡ്ജ്മെൻറ്റ് ഓഫ് ദ കോർട്ട്, കോടതി അതിൻ്റെ ജഡ്ജ്മെൻറ്റിൽ പറയുകയാണ് വിജിലൻസ് അന്വേഷണം നീതിപൂർവമാണ് എന്ന് ഈ കോടതിക്ക് തോന്നാത്തത് കൊണ്ട് ഈ കേസ് CBIക്ക് വിടാൻ ഈ കോടതി ഉത്തരവിടുന്നു എന്ന് ജഡ്ജ്മെൻറ്റ് വന്നാൽ ഈ പറഞ്ഞ ആർഗ്യുമെൻറ്റിന് മറുപടി പറയാൻ ബാധ്യസ്ഥരായിരുന്നു. പക്ഷേ ഇത് ഇറ്റ്സ് എ വെരി പ്രിമച്വർ സ്റ്റേജ്. കോടതി അതിൻ്റെ മെറിറ്റിലേക്ക് കടക്കുന്നതിന് മുമ്പ്, ആർഗ്യുമെൻറ്റ്സ് രണ്ടിടത്തും പറയുന്നതിന് മുമ്പ് നമ്മൾ കോടതിയിൽ കേസ് നടത്തുമ്പോൾ പല രീതികളുണ്ട്. സം ജഡ്ജസ് അവരെന്ന് വെച്ചാൽ അവർ കേസ് കേൾക്കുന്നത് വെച്ചാൽ ഇൻട്രാക്ട് ചെയ്താണ് ആ കേസിൻ്റെ ആർഗ്യുമെൻറ്റ്സും അല്ലെങ്കിൽ അതിൻ്റെ ഇതും എടുക്കുന്നത്. മറ്റു ചിലർ വിൽ ബി പേഷ്യൻ്റ്ലി ലിസണിങ്, അവർ കേൾക്കുക മാത്രമേ ചെയ്യത്തുള്ളൂ. ഒരു കാര്യം ഞാൻ ഒരുപക്ഷെ ഡോക്ടർ ലാൽ തീർച്ചയായിട്ടും അറിവുണ്ടാകും, ഇന്ന് ഓർഡർ പറഞ്ഞ കൂട്ടത്തിൽ ഈ പരാമർശങ്ങളുടെ പേരിൽ ചർച്ചയരുത് എന്ന് ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ദ ഓർഡർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ മെറിറ്റിലേക്ക് കടന്ന് കോടതിയുടെ പരാമർശത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിനുള്ള ഒരു സാങ്ക്ടിറ്റിയെ സംബന്ധിച്ച് എനിക്ക് വ്യത്യസ്തമായൊരു അഭിപ്രായമുണ്ട്. അതുകൊണ്ട് ലെറ്റ് us don't go into the merit at this stage. ഡോക്ടർ മാത്യു കുഴൽനാടൻ, എന്തായാലും ചർച്ച ചെയ്യുന്നതിനെ കോടതി തടസ്സപ്പെടുത്തിയിട്ടില്ല. എന്നാൽ തന്നെയും ഈ കേസിൽ നമുക്ക് നിയമപ്രകാരമുള്ള കാര്യങ്ങൾ നടന്നാൽ മതി എന്നുള്ളത് കൊണ്ട് ആ ചർച്ചയിലേക്ക് കടക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കേസിൻ്റെ ഉള്ളിലേക്ക് കടക്കാത്തത്. CBI അന്വേഷിക്കണമോ വേണ്ടയോ എന്ന
പുറമേ നിന്നുള്ള ഒരു ചർച്ചയിലേക്ക് തന്നെ ഈ ചർച്ചയെ കൊണ്ടുപോകുന്നത് അതുകൊണ്ടാണ്. ഈ കേസിനകത്തേക്ക് അധികാരപ്പെട്ടവരുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഈ കേസിനെ നിയന്ത്രിക്കുന്ന ആളുകൾ എന്നുള്ള നിലയ്ക്ക് പ്രതിയായ മന്ത്രിയെ ന്യായീകരിച്ച് ക്ലീൻ ചിറ്റ് കൊടുത്തതിനെക്കുറിച്ചാണ് ഇന്ന് കോടതി പറഞ്ഞത്. ഇത്തരം പരാമർശങ്ങൾ ഉണ്ടായാൽ അത് കേസിൽ ഇടപെടുന്നതായി കാണും, അവരെ വിളിച്ചു വരുത്തി ചിലപ്പോൾ ചോദിച്ചു എന്ന് വരുമെന്ന്. എന്തായാലും അത്തരത്തിൽ അകത്തേക്കുള്ള ചർച്ചകളിലേക്ക് പോകുന്നില്ല. പുറമേയുള്ള ഈ അന്വേഷണം കൃത്യമായി നടക്കുന്നുണ്ടോ, ഏത് തരത്തിലുള്ള അന്വേഷണമാണ് വേണ്ടത് എന്ന ചർച്ചയിലേക്ക് തന്നെയാണ് ന്യൂസ് ആൻഡ് വ്യൂസും പോകുന്നത്. ഞാൻ തിരിച്ചെത്താം. ഡോക്ടർ ബിജു രമേശ്, ഇപ്പോൾ ശ്രീ മാത്യു കുഴൽനാടൻ കണ്ടതുപോലെ ഈ കേസ് കൃത്യമായി തന്നെ അന്വേഷിക്കുന്നുണ്ട്. എന്നാൽ ഒരു പൊതുജന ബോധ്യത്തിന് വേണ്ടി CBI അന്വേഷണം വേണമെങ്കിൽ ആകാം. ആ നിലയ്ക്ക് ആണോ ഇന്ന് കോടതിയും അന്വേഷണത്തെ നിരീക്ഷിച്ചിട്ടുണ്ടാകുക? ഇത് അന്വേഷണം തുടങ്ങിയപ്പോൾ തന്നെ ആദ്യം മാണിസാറിൻ്റെ കേസ് FIR ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തിയിട്ട് വേണം FIR ഇടണമെന്ന് പറഞ്ഞപ്പോഴൊന്നും മാണിസാറിൻ്റെ അവർക്ക് പ്രശ്നമില്ലായിരുന്നു. അപ്പോൾ ഗവൺമെൻറ് അന്ന് ആവശ്യമായിരുന്നു മാണിസാറിനെ FIRൽ പെടുത്തണമെന്ന്. അപ്പോൾ FIRൽ പെടുത്തി മാണിസാറിനെ ഒരു കുറ്റക്കാരനാണെന്നുള്ളത് സംരക്ഷിക്കുന്നതിൽ നിന്ന് അവർ മാറി നിന്നു. പക്ഷേ രണ്ടാമത് കേസ് ചാർജ് ചെയ്ത് വന്നപ്പോൾ മാണിസാർ അകത്ത് പോകുന്നുള്ള സ്റ്റേജ് വന്നപ്പോൾ ഭരണം താഴെ പോകുമെന്നുള്ള അവസ്ഥയായി. മാണിസാർ ഭീഷണിപ്പെടുത്താൻ പറയുമ്പോൾ തുടങ്ങി എനിക്ക് എന്തെങ്കിലും വന്നാൽ മന്ത്രിസഭ താഴെ പോകും. മന്ത്രിസഭ നിലനിർത്തുന്നതിന് വേണ്ടിയാണ് നമ്മുടെ ഖജനാവിൽ നിന്ന് 42 ലക്ഷം രൂപ ചിലവഴിച്ച് നേരെ നിയമോപദേശം തേടി മാണിസാറിനെ അത് രക്ഷിക്കാൻ വേണ്ടി കേസെ റെഫർ ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിയത്. അപ്പോൾ അപ്പോഴും മുഖ്യമന്ത്രി പറയുന്നു മാണിസാർ അതിനുശേഷം മാണിസാർ രാജിവെച്ചപ്പോഴൊക്കെ പറയുന്നു മാണിസാർ കുറ്റക്കാരനല്ല. കുറ്റക്കാരനാണോ അല്ലയോ എന്ന് പറയാനുള്ള പരമാധികാരം കോടതിക്കാണ്. ഇവിടെ നിയമമുണ്ട്, നിയമവ്യവസ്ഥതയുണ്ട്. ആ നിയമമൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല, ഞങ്ങൾ ഒരു വശത്തുകൂടി അഴിമതി ചെയ്യും, ഇത് ഞങ്ങളുടെ മൗലിക അവകാശമാണെന്നുള്ള രീതിക്കാണ് ഈ ഗവൺമെൻറ് എടുക്കുന്ന നിലപാട്. അത് തികച്ചും ജനങ്ങളോടുള്ളൊരു വെല്ലുവിളിയാണ് നടത്തുന്നത്. അഴിമതിക്കെതിരെ ഗവൺമെൻറ് തുറന്ന ഒരു സ്വതന്ത്രമായ ഒരു അന്വേഷണത്തിന് വിടുകയാണ് വേണ്ടത്. അതിനുവേണ്ടി ഈ വിജിലൻസ് ഇപ്പോഴത്തെ ചട്ടക്കൂട് വന്നാൽ ഇനി അതിനേക്കാളും രൂക്ഷമാകും. കാര്യം ഇപ്പോൾ അതിൻ്റെ മുകളിൽ ഇവർ പറയുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഇവരുടെ ആജ്ഞാനുവർത്തികളായിട്ടുള്ള ആൾക്കാരെയാണ് കൊണ്ടുവന്ന് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അല്ല സീനിയർ ലെവലുള്ള ഒരു DGPമാരെ അതിനകത്ത് പോസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കേസ് വിജിലൻസിലേക്ക് ഈ കേസ് അന്വേഷണം വന്നാൽ 100% അട്ടിമറിക്കപ്പെടും എന്ന തികഞ്ഞ വിശ്വാസത്തോടെ ബോധ്യത്തോടു കൂടി തന്നെയാണ് ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങളും അത് കോടതിക്കും ബോധ്യപ്പെട്ടിട്ടുള്ളത് കൊണ്ടാണ് കോടതി അങ്ങനെ ഒരു പരാമർശം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ജനങ്ങളും എല്ലാം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ എന്താ നടക്കുന്നത്, സംഭവിക്കുന്നത് മാധ്യമങ്ങളിലൂടെയൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ വസ്തുത അനുസരിച്ച് ഇത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു ഏജൻസി, ഇവരുടെ നിയന്ത്രണക്ക് അതീതമായ ഏതൊരു ഏജൻസിയെ കൊണ്ടെങ്കിലും ഇത് അന്വേഷിച്ചാൽ മാത്രമേ ഇതിൻ്റെ വസ്തുതകളും സത്യങ്ങളും പുറത്തു വരികയുള്ളൂ. തിരിച്ചെത്താൻ ഡോക്ടർ ബിജു രമേശ്. അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ പെട്ടെന്ന് ഈ ഘട്ടത്തിൽ ശിവൻ മഠത്തിലേക്ക് തിരിച്ചെത്താം. ശ്രീ ആനത്തലവട്ടം, ഇതാണ് ഇന്നിപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നും നമുക്കിപ്പോൾ ചർച്ച ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇപ്പോൾ പുറത്തേക്ക് പറയുന്ന കാര്യങ്ങൾ. അതേസമയം ഈ CBI അന്വേഷണം വേണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഇന്ന് AGക്ക് കൃത്യമായ ഉത്തരം പറയാൻ സാധിച്ചുമില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ കേസ് ഡിസംബർ 2 വരെ നീട്ടിവെക്കുന്നുമുണ്ട്. എന്താണ് പ്രതിപക്ഷം ഇപ്പോൾ ഈ കേസിൽ കാണുന്നത്? ഈ കേസ് ആരംഭിക്കുമ്പോൾ തന്നെ ഈ ടെലിവിഷൻ ചർച്ച വന്നപ്പോൾ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി, മുഖ്യമന്ത്രി നിയമസഭയിൽ ആക്ഷേപം വന്ന ഉടൻ പറഞ്ഞു ഇത് അടിസ്ഥാനരഹിതമാണ്, മാണി കുറ്റക്കാരനല്ല. ഏത് ബേസിലാണത് പറഞ്ഞത്? ഏതെങ്കിലും അന്വേഷണ ഏജൻസി അദ്ദേഹത്തിന് റിപ്പോർട്ട് കൊടുത്തോ? ആരെങ്കിലും ചുമതലപ്പെടുത്തിയിരുന്നോ? ക്രൈം ബ്രാഞ്ചോ വിജിലൻസോ ആരെങ്കിലും? ഇതൊന്നുമില്ലാതെ എടുത്ത വാക്കേ പറയാണ് മാണി നിരപരാധിയാണ്, കുറ്റക്കാരനല്ല, നിരപരാധിയാണ്. അങ്ങനെ പറയുന്ന ഒരു ഭരണകൂടത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ഏജൻസിയെ കൊണ്ട് അന്വേഷിച്ചാൽ എങ്ങനെ ശരിയാകുമെന്നാണെന്ന് കോടതി ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഏജൻസിയെ വിട്ട് വേറെ ഏതെങ്കിലും ഒരു ഏജൻസിയെ കൊണ്ട് CBI കൊണ്ട് അന്വേഷിക്കുന്നതല്ലേ നല്ലതെന്ന് ഇന്ന് കോടതി ചോദിച്ചിരിക്കുന്നത്. ഈ കേസിൻ്റെ ഉത്ഭവത്തിൽ ഈ അപാകത ചൂണ്ടിക്കാണിച്ചാണ്. ശ്രീ മാണിയെ രക്ഷിക്കാൻ മുഖ്യമന്ത്രിയാണ് ഇതിൻ്റെ പ്രധാന വില്ലൻ. മുഖ്യമന്ത്രി ഇത് ഇടപെടുന്നുണ്ട്. രണ്ടാമത് വിജിലൻസ് കോടതിയിലൊരു വിധി വന്നു. ആ വിധി വന്നപ്പോൾ മിണ്ടാതിരുന്നെങ്കിൽ ഇത് പോയി അടി ചോദിച്ച് വാങ്ങിക്കുകയാണ്. അതിനെടുത്തിട്ട് ഹൈക്കോടതിയിൽ പോയി മാണി രക്ഷപ്പെടാനെന്ന് പറഞ്ഞുകൊണ്ട്. ഹൈക്കോടതി ചെന്നപ്പോഴോ അവർ സകല രേഖകളും ഹാജരാക്കാൻ വേണ്ടി ഹൈക്കോടതി അവർ പറഞ്ഞു സകല രേഖകൾ ഹാജരാ. ആ ഹൈക്കോടതി കേസിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. മാണിയുടെ വാദം കേൾക്കാതെയാണ്, എൻ്റെ വാദം കേൾക്കാതെയാണ് എന്നെ ചിട്ടിച്ചിരിക്കുക എന്നായിരുന്നു മാണിയുടെ വാദം.
മാണിയുടെയും കോൺഗ്രസ്സുകാരുടെയും ഒക്കെ അദ്ദേഹത്തിനെ സഹായിക്കുന്ന ആൾക്കാരുടെയും വാദം. അപ്പോൾ ഇപ്പോൾ എന്താ കോടതി പറഞ്ഞിരിക്കുന്നത്? മാണിയുടെ മാത്രമല്ല, എല്ലാ രേഖകളും വരട്ടെ, വിജിലൻസ് കോടതിയുടെ വിധി വരട്ടെ, അതേപോലെ തന്നെ അന്വേഷിച്ച വിജിലൻസ് ഉദ്യോഗസ്ഥൻ്റെ SP സുകേശൻ്റെ റിപ്പോർട്ട് വരട്ടെ, സകല രേഖകളും വരട്ടെ, ആർക്കെല്ലാം ആക്ഷേപമുണ്ടോ ആക്ഷേപമുണ്ടോ. ഇപ്പോൾ സാറാ ജോസഫും കൊണ്ട് പരാതി കൊടുത്തിട്ടുണ്ടെന്ന് കാണുന്നു. എല്ലാ ആക്ഷേപങ്ങളും പരിശോധിക്കാനായിട്ട് കോടതി വെച്ചിരിക്കുന്നു. ഈ ഇൻറ്റൻഷൻ, കോടതിയുടെ ഇൻറ്റൻഷൻ, വിധിയൊന്നും വരണ്ട, നാട്ടുകാർ കേട്ടാൽ മനസ്സിലാവില്ലേ? ആ മനസ്സിലാക്കിയിട്ട് പോലും ഇക്കാര്യത്തിൽ ഗവൺമെൻറ്, UDF, അതിൻ്റെ നേതൃത്വം മാണിയെ വീണ്ടും സംരക്ഷിച്ച് നിർത്താൻ വകുപ്പുണ്ടെന്ന് നോക്കിയാണ് നടക്കുന്നത്. ഇത്ര പരിഹാസ്യമായ ഒരു കേസ് ഒരുപക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഭരണാധികാരികളെ സംബന്ധിച്ച്, മന്ത്രിമാരുടെ അഴിമതി സംബന്ധിച്ച് ഇതിന് മുമ്പ് ഇതുപോലൊരു സംഭവം ഉണ്ടായിട്ടില്ല. ശ്രീ JR പത്മകുമാർ, ഇതേ അഭിപ്രായം ആണോ മറ്റൊരു പ്രതിപക്ഷത്ത് നിൽക്കുന്ന പാർട്ടി എന്നുള്ള നിലയ്ക്ക് BJPക്ക് ഇപ്പോഴും ഉള്ളത്? തീർച്ചയായിട്ടും ഈ മന്ത്രിമാരുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങൾ പുറത്തു കൊണ്ടുവരണമെങ്കിൽ ഈ നിഷ്പക്ഷമായ ഒരു ഏജൻസി അന്വേഷിക്കണമെന്നുള്ളത് തുടക്കം മുതലേ വന്ന കാര്യമാണല്ലോ. അതിൽ ഇപ്പോൾ ഈ മാണി മാത്രമല്ലല്ലോ, ഇപ്പോൾ പുറത്തു വരുന്ന ഓരോ ദിവസത്തെയും വാർത്തകളിൽ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് കാണുമ്പോൾ കേരള ഗവൺമെൻറ്റിലുള്ള നിരവധി മന്ത്രിമാർ ഈ അഴിമതിയുമായി ബന്ധപ്പെട്ട്, ബാറുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ ഓരോരുത്തരും കൈകാര്യം ചെയ്ത മേഖലകളിൽ അഴിമതിയിൽ മുങ്ങി കുളിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, PC ജോർജ് ഇവർ മാണിയുമായി ചേർന്ന് നിന്ന സമയത്ത് ഈ വിജിലൻസ് FIR രജിസ്റ്റർ ചെയ്ത സമയത്ത് അന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ കാണാൻ 6 MLA-മാർ ചെന്നപ്പോൾ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി, വിജിലൻസ് കൈകാര്യം ചെയ്ത മന്ത്രി പറഞ്ഞത് മാണി സാറിനെ നമുക്ക് രക്ഷപ്പെടുത്തണം, അതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ PC ജോർജ് പുറത്തു വന്നപ്പോഴേ ആ കാര്യം വെളിയിൽ പറഞ്ഞത് ഞങ്ങളോട് ഇങ്ങനെ ഉറപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പം ഈ കേസ് തുടക്കം മുതലേ അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് നിഷ്പക്ഷമായിട്ട് രീതിയിൽ നിയമവാഴ്ച നിലനിൽക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു പുറത്തുള്ളൊരു ഏജൻസി അന്വേഷിക്കണം. അതാണ് കോടതി ഇപ്പോൾ സൂചിപ്പിച്ചിട്ടുള്ളത്. അത് ഈ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ശക്തമായ ഒരു താക്കീതാണ്. ശ്രീ അജിത് കുമാർ, അങ്ങനെയാണെങ്കിൽ ഈ കാര്യത്തിൽ കൃത്യമായ ഒരു മറുപടി എന്തുകൊണ്ടാണ് AGക്ക് ഇന്ന് കോടതിയിൽ പറയാൻ സാധിക്കാതെ പോയത്? ഈ കാര്യത്തിൽ കേസിൻ്റെ അന്വേഷണങ്ങളുടെ ഘട്ടങ്ങളെക്കുറിച്ച് കൃത്യമായി പറഞ്ഞ് കോടതിയെ ബോധ്യപ്പെടുത്തുന്നതിന് എന്തുകൊണ്ട് സമയം കൂടുതൽ ആവശ്യമായി വരുന്നു? ഞാൻ ഡോക്ടർ ലാൽ, അഡ്വക്കേറ്റ് പത്മകുമാർ, ബഹുമാനായ സുഹൃത്ത് ശ്രീ പത്മകുമാർ പറഞ്ഞതിനോട് ആദ്യം വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ എൻ്റെ അഭിപ്രായം പറഞ്ഞു തുടങ്ങട്ടെ. ഇപ്പോൾ ഇതിനകത്ത് ഹൈക്കോടതിയുടെ ഒരു നിരീക്ഷണത്തിൽ, അത് അഡ്വക്കേറ്റ് മാത്യു കുഴനാടൻ അത് സൂചിപ്പിക്കുകയുണ്ടായി, ഇതൊരു ഫൈനൽ ഇതൊന്നുമല്ല, ഇറ്റ്സ് നോട്ട് ഒരു ജഡ്ജ്മെൻറ്റ് പോലൊരു കേസ് ഇപ്പോൾ അങ്ങോട്ട് വന്നതേ ഉള്ളൂ, ഓപ്പൺ ചെയ്ത് തുടങ്ങിയതേ ഉള്ളൂ, അല്ലെങ്കിൽ അത് റീഓപ്പൺ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ എത്തിയതേ ഉള്ളൂ. അപ്പോൾ അവിടെ നമ്മൾ ഇന്നത്തെ കോടതിയുടെ പരാമർശങ്ങളോ കോടതി വിധിയോ ഒന്നും അല്ല എൻ്റെ ചോദ്യത്തിൽ വരുന്നത്. CBI അന്വേഷണം ഈ കേസിൽ വേണമോ വേണ്ടയോ എന്നൊരു കാര്യത്തിൽ ഒരു ഉറച്ച നിലപാട് ഈ അന്വേഷണം നടത്താൻ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിനുണ്ടോ എന്നാണ് അറിയേണ്ടത്. തീർച്ചയായിട്ടും ഇതിനകത്ത് ഇപ്പോൾ ഗവൺമെൻറ്റിന് ഒരു തുറന്ന മനസ്സോട് തന്നെയാണ് ഗവൺമെൻറ് കേസിനെ ഈ സ്ഥിതിയെ എന്താ പറയുക അഭിസംബോധന ചെയ്യുന്നത്. അത് പ്രത്യേകമായിട്ട് ആഭ്യന്തരമന്ത്രി തന്നെ എങ്ങനെയാണത് മനസ്സിലാകുന്നത്? അല്ലല്ല, അത് കൃത്യമായിട്ട് പറഞ്ഞില്ല. ഇപ്പോൾ CBI അന്വേഷണം ഏർപ്പെടുത്തിക്കൂടെ എന്നുള്ള ചോദ്യത്തിൽ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള എന്തെങ്കിലും നിരീക്ഷണം അടങ്ങുന്നുണ്ടോ? അങ്ങനെ അതിനെ തെറ്റായി വ്യാഖ്യാനിക്കുന്നതിന് അത് ശരിയായ പ്രവണതയല്ലല്ലോ. എന്ന് തന്നെയല്ല, ഇതിന് കൃത്യമായി മറുപടി പറയേണ്ടത് നമുക്കത് വായിച്ചെടുക്കാം. ശ്രീ അജിത് കുമാർ, വരികൾക്കിടയിലൂടെ വായിക്കുന്നതല്ലോ വിധിന്യായം. മുരളീധരൻ പറഞ്ഞ എന്താ? മുരളീധരൻ ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് ഗവൺമെന്റ് ആണ് CBI അന്വേഷണം വേണമെന്ന് നിശ്ചയിക്കേണ്ടത്. എന്തുകൊണ്ട് ഗവൺമെന്റ് അല്ല? ഗവൺമെന്റിന് MLA പറഞ്ഞത് മുൻ KPCC പ്രസിഡന്റാണ് ശ്രീ പത്മകുമാർ. ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ഒരു തുറന്ന മനസ്സാണെന്നുള്ളത് ഇതിനോട് തന്നെ വ്യക്തമായിരിക്കുന്നു. അത് വളരെ പ്രകടമാണ്. ആഭ്യന്തരമന്ത്രിയുടെ റിയാക്ഷനിൽ തന്നെ വിജിലൻസ് അന്വേഷിച്ചു, വിജിലൻസ് നിഷ്പക്ഷമായിട്ട് അന്വേഷിക്കും, വിജിലൻസ് സ്വതന്ത്ര ഏജൻസിയാണ്, സ്വതന്ത്ര അന്വേഷണ ഏജൻസി തന്നെ അന്വേഷിക്കട്ടെ. CBI എന്ന സ്വതന്ത്രമാണെന്ന് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ കേരളത്തിലെ സംസ്ഥാന ഉന്നതതല നേതാവായ അഡ്വക്കേറ്റ് പത്മകുമാറിന് അവകാശപ്പെടാൻ പറ്റുമോ? അപ്പം അതിനെക്കുറിച്ച് ഒരു തുറന്ന മനസ്സോടെയാണ് സംസ്ഥാന ഗവൺമെൻറ് അതിനെ സമീപിക്കുന്നത്. അത് മുഖ്യമന്ത്രി അതിനെക്കുറിച്ച് പരാമർശം പറഞ്ഞിട്ടില്ലെന്നുള്ളൂ. ഈ പരാമർശത്തെക്കുറിച്ച് പഠിക്കട്ടെ എന്നാണ് അദ്ദേഹം കൂടുതൽ സാവകാശം ചോദിച്ചു പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ട് CBI അന്വേഷണം ആയിക്കൂടാ എന്നുള്ള ആ ഒരു ചോദ്യത്തിൽ അതിൽ വരികൾക്കിടയിലൂടെ വായിക്കേണ്ട കാര്യമില്ല. കോടതി വിധിയൊക്കെ അത് ശരിയായ രീതിയിൽ തന്നെ അത് പരാവർത്തനം ചെയ്യപ്പെടണം. അതിനപ്പുറത്തേക്ക് ഗവൺമെൻറ്റിനെതിരായ എന്തോ നിരീക്ഷണം അതിനെ തൊണ്ടെന്ന് പറയുന്നതിന് ഇതിനെ മുഴുവൻ വഴിതെറ്റിക്കാനുള്ള ഒരു കുത്സിത ശ്രമമാണെന്ന് ഞാൻ പറയുള്ളൂ. ലാല്, എൻ്റെ സ്നേഹിതൻ അജിത്ത് നന്നായി വാദിച്ചു. അങ്ങനെ തന്നെ വാദിക്കുകയും വേണം. ഞാനൊരു പോയിന്റ് പറഞ്ഞല്ലോ,
ഈ കേസ് ഉത്ഭവിക്കുമ്പോൾ എങ്ങനെയാണ് മുഖ്യമന്ത്രി പറയുക മാണി നിരപരാധിയാണ്, അദ്ദേഹം അഴിമതി നടത്തിയിട്ടില്ല, കുറ്റക്കാരനാണ്? അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ ഒരു അംഗത്തെക്കുറിച്ച് മുഖ്യമന്ത്രി വിശ്വാസം രേഖപ്പെടുത്തുന്നിടത്തോളം കാലമല്ലേ മന്ത്രിക്ക് തുടരാൻ കഴിയുള്ളൂ. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് അന്വേഷിച്ചാൽ ഈ സത്യസന്ധമായ അന്വേഷണമാകുമെന്നാണ് ഇപ്പോൾ കോടതിയുടെ ചോദ്യം. അല്ല, ആ ചോദ്യത്തിൽ തന്നെ നമ്മുടെ ഒരു പോലീസ് സേനയെക്കുറിച്ചോ നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയെ കുറിച്ചോ ഉള്ള ഒരു അവിശ്വാസമാണ് അതിനകത്ത് രേഖപ്പെടുത്തപ്പെടുന്നത്. അല്ല, അപ്പൊ അതൊരു തെറ്റായ പ്രവണതയല്ല. മുഖ്യമന്ത്രിക്കെതിരായ പ്രമേയമല്ല. അന്വേഷിക്കുന്ന ഏജൻസി നിഷ്പക്ഷമായിരിക്കുമോ എന്നുള്ള സന്ദേഹം മാത്രമാണ് കോടതി രേഖപ്പെടുത്തിയത്. അത് നമ്മുടെ പൊതുവായ വ്യവസ്ഥിതിയുടെ ഭാഗമായിട്ടുള്ള ഒരു നിരീക്ഷണമല്ല. അത്രേ ഉള്ളൂ. ശ്രീ അജിത് കുമാർ, താങ്കൾ പറഞ്ഞതും എല്ലാവരും മനസ്സിലാക്കി, അവർക്കുള്ള അഭിപ്രായം അവർ പറഞ്ഞു കഴിഞ്ഞു. ഇതാണ് ജനങ്ങൾ ചർച്ച ചെയ്യുന്നത്, അത് തന്നെയാണ് നമ്മുടെ ചർച്ചാ വിഷയവും. ഞാൻ തിരിച്ചെത്താം. ഡോക്ടർ മാത്യു കുഴൽനാടൻ, ഇതാണ് സാഹചര്യം. ഈ സാഹചര്യത്തിൽ ഇവിടെ എല്ലാവരും ചൂണ്ടിക്കാട്ടിയതുപോലെ കോടതി പോലും ഈ അന്വേഷണ ഘട്ടത്തെ വിലയിരുത്തുന്ന ഘട്ടം നോക്കിയാലും അതല്ലാതെ പൊതുവെ നോക്കിയാലും എന്താണ് സംഭവിച്ചത്? മാണി സാർ രാജിവെച്ച് കഴിയുമ്പോൾ മുഖ്യമന്ത്രി പറയുന്നത് അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല, അദ്ദേഹം നിഷ്കളങ്കരാണ്, ഒരു പ്രശ്നവുമില്ലാതെ അദ്ദേഹം തിരിച്ചെത്തും. കോൺഗ്രസ് മന്ത്രിമാർ കൂടി പറഞ്ഞിട്ടാണ് രാജിവെച്ചത് ശ്രീ കെ എം മാണി എന്നുള്ളത് അങ്ങേക്കും അറിയാം. ഞാൻ വീണ്ടും അങ്ങയുടെ ഫേസ്ബുക്ക് പോസ്റ്റിനെ പോലും ഒന്നുകൂടി പ്രേക്ഷകരുടെ മുന്നിലേക്ക് എടുത്തിടുകയാണ്. അങ്ങേക്ക് ഇന്ന് അത് തള്ളിപ്പറയാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ട്. അങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ രാജിവെച്ച ശ്രീ കെ എം മാണി രാജിവെച്ചതിന് ശേഷം മുഖ്യമന്ത്രി തന്നെ പറയുന്നു അദ്ദേഹം നിരപരാധിയാണ്. ആർക്കുള്ള സന്ദേശമാണ്? പലരും പറയുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥർക്കുള്ള സന്ദേശമാണ്. കോടതി സംശയിച്ചാൽ CBI വേണമെന്ന് പറഞ്ഞാൽ അർത്ഥമില്ലേ? മനസ്സിലാകുന്നില്ലേ ഡോക്ടർ മാത്യു കുഴൽനാടൻ? അല്ല, ഇപ്പം ഡോക്ടർ ലാൽ പറഞ്ഞതുപോലെ തന്നെ ഇരിക്കട്ടെ. മുഖ്യമന്ത്രി അന്വേഷണത്തെ സ്വാധീനിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് മാണി കുറ്റക്കാരനല്ല എന്ന് പറയുന്നുവെങ്കിൽ അദ്ദേഹം ഇതിങ്ങനെ പരസ്യമായിട്ടാണ് വിളിച്ച് പറയുന്നത്. ഒരു ഉദ്യോഗസ്ഥനോട് കൺവേ ചെയ്യേണ്ട മെസ്സേജ് രഹസ്യമായി കൺവേ ചെയ്തു എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അത് ഗൗരവമുണ്ട്. പക്ഷെ അദ്ദേഹം പറഞ്ഞത്, ഞാൻ വളരെ മുതിർന്ന നേതാവാണ് ആനത്തലോട്ടാനത്, അദ്ദേഹത്തോട് എല്ലാ ബഹുമാനവും നിലനിർത്തി ഞാൻ ചോദിക്കും. നമ്മുടെ ഈ ജസ്റ്റിസ് സിസ്റ്റത്തിലെ ഒരു ജനറൽ കൺസെപ്റ്റ് ഉണ്ട്. ഈ അൺലെസ് അൺടിൽ വൺ ഈസ് കൺവിക്റ്റഡ് ഈ കനോട്ട് ബി ട്രീറ്റഡ് ആസ് എ ക്രിമിനൽ. ഒരാളുടെ മേലുള്ള കുറ്റം തെളിയുന്നത് വരെ അയാളെ കുറ്റക്കാരനായി ട്രീറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ അടിസ്ഥാനപരമായ പോളിസി, അല്ലെങ്കിൽ അതാണ് നമ്മുടെ നിയമം. അങ്ങനെ ആയിരിക്കുമ്പോൾ ഇനിയിപ്പോൾ ബലാത്സംഗ കേസിലെ പ്രതിയാണെങ്കിലും വധശ്രമ കേസിലെ കൊലപാതക കേസിലെ പ്രതിയാണെങ്കിലും കോടതിക്ക് മുന്നിൽ വരുമ്പോൾ പോലും അവരെ ഒരിക്കലും ഒരു ക്രിമിനലായിട്ട് അല്ലെങ്കിൽ ഒരു കുറ്റക്കാരനായി കാണുന്നില്ല. കുറ്റം ഡോക്ടർ മാത്യു കുഴൽനാടൻ, ഇവിടെ ഇപ്പോൾ കെ എം മാണി സാറിനെ കുറ്റവാളിയാക്കുക എന്നുള്ളതല്ല ചർച്ചാ വിഷയം. ഈ കെ എം മാണി സാർ നിരപരാധിയാണോ അല്ലയോ എന്ന് അന്വേഷിക്കുന്ന ഏജൻസിയെ കുറിച്ചാണ്. അത് കെ എം മാണി സാറിന് കൂടി സ്വാധീനമുള്ള, കെ എം മാണി സാർ നിഷ്കളങ്കനാണ്, തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുന്ന ആളുകൾ നിയമിക്കുന്ന ഉദ്യോഗസ്ഥർ, അവർക്ക് സന്ദേശങ്ങൾ നൽകിക്കൊണ്ട് നടത്തുന്ന അന്വേഷണം ശരിയാകുമോ എന്ന് നീതിപീഠം ചോദിക്കുകയാണെങ്കിൽ. അല്ല, എൻ്റെ സ്നേഹിതൻ കുഴൽനാടനോട് ഞാനൊന്ന് ചോദിക്കട്ടെ, ഒരാളെ കുറ്റവാളിയാണെന്ന് നമ്മൾ ആദ്യമേ പറയാം. ഞാനൊന്ന് പറഞ്ഞു. അല്ല, ഞാൻ ഇതെന്നുള്ള ചേർത്ത് പറഞ്ഞോ, കുറ്റവാളിയാണെന്ന് ഞങ്ങൾ ആരും പറയുന്നില്ല. ഒരു ആരോപണം ഉണ്ടായിരിക്കുന്നു, ആരോപണത്തെക്കുറിച്ച് അന്വേഷിക്കട്ടെ, അന്വേഷിച്ച് അദ്ദേഹം കുറ്റവാളിയാണെങ്കിൽ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞപ്പോൾ ആ ആരോപണം വന്നപ്പോൾ മാണി നിരപരാധിയാണ്, അദ്ദേഹത്തിന് അടിസ്ഥാനരഹിതമായ ആരോപണമാണ് ഉന്നയിക്കുന്നത് എന്നെങ്ങനെയാണ് പറയുക? മുഖ്യമന്ത്രി പറയുക? ഏതെങ്കിലും ഒരു ബേസ് വേണ്ടേ? ഏതെങ്കിലും ഒരു അന്വേഷണ ഏജൻസിയുടെ റിപ്പോർട്ട് വേണ്ടേ? ഇത് പലപ്പോഴും മുഖ്യമന്ത്രിയുടെ മുമ്പിലേക്ക് വരുന്ന ചോദ്യം കെ എം മാണി കുറ്റക്കാരനാണോ അല്ലയോ എന്നുള്ളതല്ല. കെ എം മാണി രാജിവെക്കേണ്ടതല്ലേ? കെ എം മാണിയുടെ രാജി പ്രതിപക്ഷം ആവശ്യപ്പെടുന്നു, നിങ്ങളുടെ പ്രതികരണം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് മുഖ്യമന്ത്രിക്ക് പറയേണ്ടി വരുന്ന ഈ ഘട്ടത്തിൽ മാണി കുറ്റക്കാരനായിട്ടില്ല. അങ്ങനെയല്ലേ പറയാൻ കഴിയും? അതിപ്പോൾ ഞാൻ അങ്ങയോട് തന്നെ ചോദിക്കുകയാണെങ്കിൽ, അങ്ങ് ഫെയർ ആയിട്ട് പറയുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ ഘട്ടത്തിൽ മാണി കുറ്റക്കാരനാണ് എന്ന് അങ്ങ് പറയൂ? ഞാൻ പറയില്ല. ഞാൻ അത് പറഞ്ഞു, അന്വേഷിക്കട്ടെ എന്ന് പറയാതെ നിരപരാധിയാണെന്ന് എങ്ങനെ പറയും? എന്നോട് ചോദിച്ചാൽ പറയും ആരോപണം വന്നിട്ടുണ്ട്, ആരോപണത്തെ കുറിച്ച് വിശദമായ അന്വേഷണം നടത്തും, വിജിലൻസോ ക്രൈംബ്രാഞ്ചോ അന്വേഷണം നടത്തും, അന്വേഷണ റിപ്പോർട്ട് വരട്ടെ എന്ന് പറഞ്ഞാൽ ശരി. പക്ഷേ ആരോപണം നിയമസഭയിൽ ഉന്നയിക്കുമ്പോൾ തന്നെ പറയാണ് മാണി ഇത് അടിസ്ഥാനരഹിതമായ ആരോപണമാണ്, മാണി നിരപരാധിയാണ് എന്നെങ്ങനെ പറയുന്നു? അല്ല,
അങ്ങനെയല്ല, ഞാൻ പറയട്ടെ അത് നമ്മൾ കുറച്ചൊരു ഒരു കരുണ ഈ കാര്യത്തിൽ കാണും. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഒരു ഒരു മുന്നണിയിലെ ഒരു മന്ത്രി കൂടെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തെ പൊളിറ്റിക്കലി അദ്ദേഹത്തിനെതിരെ ഡോക്ടർ മാത്യു പറയട്ടെ, മാത്യുവിന് ചില പരിമിതികൾ ഉണ്ടല്ലോ, അത് നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹം ഇന്ന് പല നേതാക്കളും ചർച്ചയ്ക്ക് വരാതിരിക്കുമ്പോൾ ഡോക്ടർ മാത്യു ഒരു നിയമവിദഗ്ധനെ പോലെയാണ് ഞാൻ അദ്ദേഹത്തെ ഇവിടെ കൊണ്ടിരുത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന് ചില സൗജന്യവും കാരുണ്യവും ശ്രീ കെ മാണി സാറിനോട് അദ്ദേഹം കാണിക്കണമെന്ന് പറയുന്നത് പോലെ അദ്ദേഹത്തോട് നമ്മൾ കാണിക്കേണ്ടതുണ്ട്. ഡോക്ടർ മാത്യു, താങ്കളുടെ പരിമിതിക്ക് അകത്ത് നിന്ന് താങ്കൾ പ്രതികരിക്കൂ. അല്ല, ഞാൻ പറഞ്ഞ അതാണ്. ഇപ്പം അദ്ദേഹം പറഞ്ഞ വാദം ഞാൻ അംഗീകരിച്ചു. പക്ഷേ ഇപ്പോൾ പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ച് കൂട്ടത്തിലുള്ളൊരു മന്ത്രിയെ ദുർബലപ്പെടുത്തുമ്പോൾ പ്രതികരണത്തിലൂടെ മുഖ്യമന്ത്രിയും അദ്ദേഹത്തെ ദുർബലപ്പെടുത്തണമെന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നതെങ്കിൽ അതിന് അദ്ദേഹം ബഹുമാനം കിട്ടിയെന്ന് വരത്തില്ല. ലീഗലി മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് അല്ല, അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാ? വളരെ ഓപ്പണായിട്ട് ഞാൻ വളരെ സത്യസന്ധമായിട്ട് ഞാൻ സത്യസന്ധമായിട്ടും വളരെ ഓപ്പണായിട്ടും അങ്ങയോട് ചോദിക്കുകയാണ്. KM മാണിക്കെതിരെ ആരോപണം വന്നിട്ടുണ്ടല്ലോ, അങ്ങയുടെ പ്രതികരണം എന്താണ് എന്ന് പറയുമ്പോൾ ശരിയാണ്, ആരോപണം വന്നിട്ടുണ്ട്, ഏജൻസികൾ അന്വേഷിച്ചിട്ട് എന്തെങ്കിലും കഴമ്പുണ്ട് എങ്കിൽ നടപടി ഉണ്ടാകും എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു മെസ്സേജ് എങ്ങനെയായിരിക്കും പൊളിറ്റിക്കലി നിങ്ങൾ അതിനെ റീഡ് ചെയ്യുന്നത്? അല്ല, നിങ്ങൾ അതിനെ റീഡ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? മുഖ്യമന്ത്രി ഈ ഘട്ടത്തിൽ KM മാണി സാർ രാജിവെക്കുന്നതാണ് നല്ലത് എന്ന് മറ്റ് ചില കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞതുപോലെ താങ്കളും എന്തുകൊണ്ടാണ് പറഞ്ഞത്? അത് സംശയത്തിന് അതീതമായിരിക്കണം സീസറുടെ ഭാര്യ എന്ന് താങ്കൾക്കും ഉറപ്പുള്ളത് കൊണ്ടല്ലേ, അങ്ങനെ വേണമെന്നുള്ളത് കൊണ്ടല്ലേ അങ്ങ് രാജിവെക്കാൻ അന്ന് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയൊക്കെ ആവശ്യപ്പെട്ടത് താങ്കളെപ്പോലുള്ള കോൺഗ്രസ് നേതാക്കൾ? അല്ല, ഞാൻ പറയുന്ന ഡോക്ടർ ലാൽ, അത് നമ്മൾ പലപ്പോഴും റെസ്പോണ്ട് ചെയ്യുന്നത് പൊളിറ്റിക്കൽ സിറ്റുവേഷൻസിനോടാണ്. മുന്നണിക്കും പാർട്ടിക്കും ഉണ്ടായ ഒരു പരാജയം, അതിൻ്റെ കാരണങ്ങൾ നമ്മൾ ജനങ്ങൾക്കിടയിൽ പരതി നോക്കുമ്പോൾ ശരിയോ തെറ്റോ എന്നതിലപ്പുറം ജനങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള ഒരു പ്രതീതിയുണ്ട്. അത് കണ്ടില്ലെന്നടിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നാണ് താങ്കൾ പുറത്തേക്ക് പാർട്ടിയിൽ അറിയിക്കേണ്ടവരെ അറിയിച്ചു. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആണെങ്കിലും അത് പറഞ്ഞു. താങ്കളെപ്പോലുള്ള ചില നേതാക്കളെങ്കിലും അതിനുള്ള ചങ്കൂറ്റം കാണിച്ചു. അത് അഭിനന്ദനാർഹമാണ് ഡോക്ടർ മാത്യു. പക്ഷെ അതേ അവസരത്തിലാണ് ഇപ്പോൾ ആ മുഖ്യമന്ത്രിയുടെ കീഴിൽ ഒരു അന്വേഷണ ഏജൻസി ഈ കേസ് തുടർന്ന് അന്വേഷിച്ചാൽ KM മാണി സാർ ഇപ്പോൾ അവിടെ ഇല്ല എന്ന് പറയാം, പക്ഷേ ഈ അന്വേഷണത്തെ നിയന്ത്രിക്കുന്നവർ, ആരോപണ വിധേയരായ മന്ത്രിമാർ ചിലരെങ്കിലും ഇപ്പോഴും അവിടെ ഉണ്ട്. അവരൊക്കെ നിലനിൽക്കുമ്പോൾ ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണ് ന്യായീകരിക്കാനാകുക? പഴയ അവസ്ഥ തന്നെ ഇപ്പോഴും ഇല്ലേ? അല്ല, ഞാൻ പറഞ്ഞത് ഡോക്ടർ ലാൽ, നമ്മൾ ഒരു ജഡ്ജിൻ്റെ ഒരു കമൻറ്റ് എടുത്ത് നമ്മളത് അതിനെ അനലൈസ് ചെയ്യുമ്പോൾ അതിൻ്റെ സർക്കംസ്റ്റൻസ് അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളോട് കൂട്ടി വെക്കാതെ നമ്മൾ അതിനെ വളച്ചൊടിക്കുക, അത് ശരിയല്ല. അത് കാരണം ഒരു കാരണവശാലും ഒരു കേസിൻ്റെ മെറിറ്റിലേക്ക് കടക്കാതെ ഒരു ജഡ്ജ് അങ്ങനെ ഒരു വ്യൂ പറയത്തില്ല. ദാറ്റ്സ് നോട്ട് എ വ്യൂ. അത് വാദമധ്യേ ഏതെങ്കിലും ഒന്നല്ലെങ്കിൽ കേസിൻ്റെ മെറിറ്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രതിപക്ഷം ഇങ്ങനെയുള്ള സാധ്യതയുണ്ടോ? ചില കേസുകൾ മെറിറ്റിൽ കൺസിഡർ ചെയ്യുന്നതിന് മുമ്പേ തന്നെ ദർ മേ ബി എ കൺസെൻസ്, ഇത് ഞങ്ങൾക്ക് റെഫർ ചെയ്യുന്നതിന് കുഴപ്പമില്ല. വിജിലൻസ് കോടതി വിധിച്ച ഒരു കാര്യമാണ്. അവിടെ പറയേണ്ടതിന്റെ പരമാവധി വിജിലൻസ് കോടതി പറഞ്ഞു. അതിന് അപ്പീൽ കൊടുത്തു. ആ അപ്പീലാണ് സീസറിന്റെ ഭാര്യയെക്കുറിച്ചുള്ള പരാമർശം കൊണ്ടുവന്നത്. വീണ്ടും കടുത്ത തിരിച്ചടിയായത് മാണി സാറിനെ രാജിവെപ്പിച്ചത്. ആരുടെ നിയമോപദേശമാണ് മാണി സാറിന് ഇങ്ങനെ ഈ കുഴിയിൽ ചാടിച്ചതെന്നുള്ള അറിയില്ല. ഇപ്പൊ ഇതാ അതും കടന്ന് ഡിവിഷൻ ബെഞ്ചിന് അപ്പീൽ കൊടുത്തിരിക്കുന്നു. വീണ്ടും ഒരു തിരിച്ചടി കൂടി സർക്കാരിനുണ്ടാകുന്ന രീതിയിലേക്ക്. ഇതൊക്കെ ആരുടെ ഉപദേശമാണ് ഡോക്ടർ മാത്യു? കുറഞ്ഞ പക്ഷം അതെങ്കിലും താങ്കളെപ്പോലുള്ളവർ ചിന്തിക്കുന്നുണ്ടോ? അല്ല, അതിന് ഞാൻ ആ നിലയിൽ ഉത്തരം പറയാൻ ഞാൻ ബലഹീനനാണ്. കാരണം ഞാൻ ഭരണത്തിൻ്റെയോ അല്ലെങ്കിൽ നേതൃത്വത്തിൻ്റെ ഭാഗമായിട്ടുള്ള, കാരണം സർക്കാരിന് നിയമോപദേശം കിട്ടുന്നത് സ്വാഭാവികമായിട്ടും സർക്കാരിന് നിയമോപദേശം കിട്ടാനുള്ള സംവിധാനങ്ങളുണ്ടാവും, അത് അവരതനുസരിച്ച് ചെയ്യുന്നുണ്ടാവും. അതൊക്കെ ആ ലെവലിൽ തീരുമാനിക്കുന്ന കാര്യങ്ങളാണ്. അല്ലാതെ ആ കാര്യത്തെക്കുറിച്ച് ഒരു അഭിപ്രായം പറയാനുള്ള ഒരു ഭരണപരമായ ഒരു ഇടപെടൽ അല്ലെങ്കിൽ അതിലുള്ള ഒരു സ്വാധീനം എനിക്കില്ല എന്നുള്ളത് ഞാൻ വളരെ തുറന്ന് സമ്മതിക്കുന്നു. സാധാരണഗതിയിൽ പാർട്ടിയിൽ ചർച്ച താങ്കളെക്കാളും ഭരണപരമായ കഴിവില്ലാത്ത ആളുകൾ ചാനലുകളിൽ വന്നിരുന്ന് ഇതിനേക്കാൾ ഊർജ്ജത്തോടുകൂടി വാദിക്കുന്നുണ്ട്. പക്ഷെ താങ്കളെ അങ്ങനെ ഞാൻ കാണുന്നില്ല. താങ്കൾ വളരെ ഔചിത്യപൂർവ്വമായി തന്നെ ആ ചോദ്യങ്ങളോട് ഇടപെടുന്നു. അതുകൊണ്ട് താങ്കളെ ബുദ്ധിമുട്ടിക്കുന്നില്ല ഡോക്ടർ മാത്യു ഈ ഘട്ടത്തിൽ. ഡോക്ടർ ബിജു രമേശ്, ഇതാണ് അവസ്ഥയെങ്കിൽ
താങ്കൾ ഇപ്പോൾ കഴിഞ്ഞ 1-2 ആഴ്ചയായി ഈ കേസിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത് എങ്ങനെ എന്നുള്ളതാണ് എല്ലാവരും നിരീക്ഷിക്കുന്നത്. കെ ബാബുവിൻ്റെ കാര്യത്തിൽ താങ്കൾ കഴിഞ്ഞ ആഴ്ച കോടതിയെ സമീപിക്കാൻ പോകുന്നു എന്നാണ് കേട്ടത്. അത് ഇപ്പോൾ ഒരു വശത്ത് നിൽക്കുമ്പോഴാണ് ഇതാ ഇവിടെ തന്നെ ഈ കേസ് മറ്റൊരു രീതിയിലേക്ക് ഒരു അപ്പീലിൻ്റെ തുടരന്വേഷണം വേണ്ട എന്നുള്ള തരത്തിൽ ഹർജി സമർപ്പിച്ചപ്പോൾ തന്നെ ഈ അവസ്ഥയിൽ വന്ന് നിൽക്കുന്നത്. CBI അന്വേഷണത്തെ വേണമെങ്കിൽ സ്വാഗതം ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഇനിയിപ്പോൾ വരാനിരിക്കുന്ന കാര്യങ്ങളും താങ്കൾ പറയാൻ പോകുന്ന കാര്യങ്ങളും താങ്കൾ കൊടുക്കാൻ പോകുന്ന ഹർജികളും എല്ലാം കൂടി ഈ നടക്കുന്ന അന്വേഷണങ്ങളുമായി എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ സാധിക്കുക? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ CBI അല്ലാത്തയോ സെൻട്രൽ ഏജൻസിയുടെ മറ്റേതെങ്കിലും തരത്തിലുള്ളൊരു അന്വേഷണം വന്നില്ലെങ്കിൽ കേസ് 100% മാണി സാറിൻ്റെ കേസ് അട്ടിമറിക്കപ്പെടുന്ന ഒരു സ്റ്റേജിലേക്കാണ് വരുന്നത്. കാരണം അന്വേഷണ ഉദ്യോഗസ്ഥരെ കടുത്ത സമ്മർദ്ദങ്ങൾ വന്ന സമയത്താണ് ഞാൻ തന്നെ വിജിലൻസ് കോടതിയെ സമീപിച്ചത്. വിജിലൻസ് കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണം വേണമെന്ന്. അതിനെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് വളരെ ശക്തമായി എതിർക്കുകയാണ് ചെയ്തത്. എന്തിനാണ് ഗവൺമെൻറ് എതിർക്കുന്നത്? അത് കോടതി നിരീക്ഷിച്ചാൽ. അതുപോലെ തന്നെ CBI അന്വേഷണത്തിൽ ഇപ്പോൾ കോടതി ചോദിച്ചപ്പോൾ തന്നെ അഡ്വക്കേറ്റ് ജനറൽ എന്തിനാണ് ശക്തമായി അതിനെ എതിർക്കുന്നത്? ഒരു ഇൻഡിപെൻഡൻറ്റ് ബോഡി അന്വേഷിച്ച് മാണി സാർ ഇവർ പറയുന്ന രീതിയിൽ സത്യസന്ധനാണെങ്കിൽ, അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് കുറ്റങ്ങളില്ലെങ്കിൽ ഒരു ഇൻഡിപെൻഡൻറ്റ് ഏജൻസി അന്വേഷിച്ച് അത് കുറ്റവാളിയാണോ അല്ലയോ എന്ന് തെളിയിക്കുമ്പോഴായിരിക്കില്ല കേരള ജനതയ്ക്കും നിയമത്തിനും ഒക്കെ അതിൽ വിശ്വാസ്യത കൂടുതലായി തോന്നുന്നത്. അതിൻ്റെ പ്രതിപക്ഷ സ്ഥാനത്ത് ഇരിക്കുന്നതല്ലേ ബി ജെ പിക്കാരൻ്റെ അതിന് പ്രതികരിക്കുകയോ അതിനെതിരെ അവർ കോടതിയിൽ പോവുകയോ ഹൈക്കോടതിയിലേക്ക് മൂവുകയോ ചെയ്യാതെ മാറി നിൽക്കുന്നത്? അവരുടെ ഗവൺമെൻറ്റാണല്ലോ സെൻട്രൽ ഭരിക്കുന്നത്. അവരെന്തുകൊണ്ടാണ് ഈ കേസ് CBI കൊണ്ട് അന്വേഷിക്കണമെന്ന് പറഞ്ഞ് അവർ സമ്മർദ്ദം സെൻട്രലിൽ ചെലുത്താത്തത്? ഇവിടെ നടക്കുന്ന ഇത്രയും കോടിക്കണക്കിന് ഇവിടെ അഴിമതികൾ ഇവിടെ നടന്നിട്ട് ആ അഴിമതികളെ നിഷ്പക്ഷമായി സെൻട്രൽ ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കുന്നതിലേക്ക് മുൻകൈ എടുക്കേണ്ടത് ഇവിടുത്തെ BJP അടങ്ങുന്ന രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രതിപക്ഷം നിൽക്കുന്നവരല്ലേ? അവർ ചാനലിൽ സംസാരിക്കുന്നതല്ലാതെ ശക്തമായ ഒരു നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് എന്തുകൊണ്ട് പോകുന്നില്ല? ഒരു ധാരണ ഉണ്ടാക്കാനോ അല്ലെ ഇനി കേരള കോൺഗ്രസിൻ്റെ ഭാവിയിലേക്ക് നമ്മുടെ പാളയത്തിലേക്ക് കൂട്ടിക്കെട്ടാമെന്നുള്ള ധാരണ വല്ലതും വെച്ചിട്ടാണോ എന്നാണ് എനിക്ക് സംശയം തോന്നുന്നത്. അതൊക്കെ മാറ്റിവെച്ചിട്ട് അഴിമതിക്കാരെ തുടച്ചു നീക്കുന്നതാണ് BJPയുടെ നിലപാടെങ്കിൽ ശക്തമായ നിലപാടുമായിട്ട് എന്തുകൊണ്ട് BJP മുന്നോട്ട് വരുന്നില്ല? ആകെ ഇപ്പോൾ വരുന്നത് CPIയും CPMും അടങ്ങുന്ന രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന MLAമാരാണ് കേസുമായി മുന്നോട്ട് പോകുന്നത്. അതുപോലെ ബാക്കിയുള്ള സംഘടനകളും ഇതുമായി മുന്നോട്ട് വന്ന് ഇതിനെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി നിൽക്കാനും അതിന് ആ മനസ്സ് സത്യത്തെ പുറത്തു കൊണ്ടുവരുന്നതിനുള്ളൊരു മനസ്സ് ആർജവമാണ് BJPയും കാണിക്കേണ്ടത് എന്നാണ് പറയാനുള്ളത്. ഈ കേസ് വിജിലൻസ് അന്വേഷിക്കുകയാണെങ്കിൽ ഇനിയുള്ള സ്റ്റേജിൽ ഇതുവരെയുള്ള അന്വേഷണത്തിൽ മുകളിൽ നോക്കാനായിട്ട് ശ്രീ ജേക്കബ് തോമസ് എന്ന് പറയുന്ന ഒരു ADGP ഉണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹവുമില്ല. ഇതിന് മുകളിലോട്ട് ഈ കേസ് ഏത് രീതിയിൽ ഗവൺമെൻറ് സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി നിൽക്കുന്ന ഉദ്യോഗസ്ഥരെ നോക്കി കൊണ്ടുവന്നാണ് വെച്ചിരിക്കുന്നത്. അവർ പറയുന്ന കേൾക്കുന്നവർ മാത്രമേ ഇപ്പോൾ വിജിലൻസിൻ്റെ മുകളിലുള്ളൂ. അപ്പോൾ സുകേശനല്ല ആരന്വേഷിച്ചാലും അവർക്ക് സമ്മർദ്ദങ്ങൾക്ക് കീഴ്പ്പെടേണ്ട അവസ്ഥ വരും. കാരണം ആഭ്യന്തരമന്ത്രി പോലും പറഞ്ഞു എനിക്ക് സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നു എന്ന്. അരീക്കര ഇലക്ഷന് തലേ ദിവസം അദ്ദേഹം പറയുന്ന ചാനലിലൂടെ കേട്ടതാണ്. എനിക്ക് മാണി സാറിൻ്റെ കേസിൽ മുകളിൽ നിന്ന് സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആരാണ് ആഭ്യന്തരമന്ത്രിക്ക് സമ്മർദ്ദം കൊടുത്തത്? അത് അപ്പോൾ തന്നെ മനസ്സിലാക്കാമല്ലോ. ഒരു ആഭ്യന്തരമന്ത്രിക്ക് പോലും സമ്മർദ്ദം വരുമ്പോൾ വിജിലൻസ് DGPക്ക് സമ്മർദ്ദം വന്ന് നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ അന്വേഷണത്തെ അട്ടിമറിക്കുന്നതിലേക്ക് വേണ്ടി നിയമോപദേശം തേടിയതിൽ മാത്രം 42 ലക്ഷം രൂപ എഴുതി കളയുന്നു. അതിന് പുറമെ സുപ്രീം കോടതിയിൽ നിന്ന് ഈ പ്രതിയെ രക്ഷിക്കുന്നതിലേക്ക് വേണ്ടി വളരെ ലക്ഷങ്ങൾ വിലയുള്ള അഭിഭാഷകനെ കൊണ്ടുവന്ന് കേസ് നടത്തുന്നു. ഇതിനെയൊക്കെ കോടതികൾ വിമർശിച്ചതാണ്. അപ്പോൾ എല്ലാ ഘട്ടങ്ങളിലും ഈ കോടതി ഈ പ്രതിയെ സഹായിക്കുന്നതിലേക്ക് വേണ്ടി ഗവൺമെൻറ് പൊതുഖജനാവിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ എടുത്ത് ജനങ്ങളുടെ പോക്കറ്റിലെ നമ്മൾ സംസ്ഥാന വികസനത്തിന് വേണ്ടി കൊടുക്കുന്ന ടാക്സാണ് ഏകദേശം ഒരു 10-80 ലക്ഷം രൂപയോളം ഇതിനു വേണ്ടി ചിലവാക്കിയിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. പെട്ടെന്നൊരു ഇടവേളയിലേക്ക് പോകുന്നതിന് മുൻപ് ഇടവേള കഴിഞ്ഞ് ചർച്ച ചെയ്യേണ്ടത് ബിജു രമേശ് ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയ ഈ CBI വന്നാൽ അന്വേഷണം നേരെയാകുമോ എന്നുള്ള കാര്യമാണ്. അത് ശ്രീ JR പത്മകുമാറിന് കൂടി അതിനകത്ത് കൂടുതൽ കാര്യങ്ങൾ പറയേണ്ടി വരും. പക്ഷേ അതിന് മുമ്പ് ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് ഡോക്ടർ മാത്യു കുഴൽനാടൻ, ഇപ്പോൾ ഈ അന്വേഷണം വിജിലൻസ് കോടതിയിലേക്ക് സമർപ്പിച്ച റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേരത്തെ ഡോക്ടർ ബിജു രമേശ് ചൂണ്ടിക്കാട്ടിയതുപോലെ ലക്ഷക്കണക്കിന് രൂപ സർക്കാർ ഖജനാവിൽ നിന്ന് കൊടുത്ത് നിയമോപദേശം തേടി വെറ്റ് ചെയ്തെടുത്ത കാര്യങ്ങളാണ് കൊണ്ടുപോയി കോടതിയിൽ സമർപ്പിച്ച് ഈ തിരിച്ചടി വാങ്ങിയത്. ആ തിരിച്ചടിക്ക് ശേഷമാണ് മന്ത്രി രാജിവെക്കേണ്ടി വന്നത്. ഇനിയും ഈ അന്വേഷണം ഇതുപോലെയുള്ള ഖജനാവ് കാലിയാക്കുന്ന രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ കോടതികൾ എങ്ങനെ ചോദിക്കാതിരിക്കും CBIക്ക് വിടണമോ വേണ്ടയോ എന്ന്? അവിടെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥന് കൂടി ചില സന്ദേശങ്ങൾ നൽകുന്നുണ്ടോ എന്ന സംശയം കൂടി ഉയരുന്നത്. ഈ പ്രതിയായി ആരോപിക്കപ്പെടുന്ന ആളിനെ
ക്ലീൻ ചിറ്റ് നൽകി ആദരിക്കുമ്പോൾ? അദ്ദേഹത്തിൻ്റെ ആരോപണം പൂർണ്ണമായും അംഗീകരിക്കാൻ കഴിയില്ല. കാരണം ഈ കേസ് വിജിലൻസ് കോടതിയുടെ ജഡ്ജ്മെൻറ്റിനെതിരെ അപ്പീൽ പോകേണ്ടിയിരുന്ന സാഹചര്യം എന്താണ് സർക്കാരിൻ്റെ മുമ്പിൽ? അതായത് ഒരു വിജിലൻസ് ഡയറക്ടർക്ക് SP നടത്തിയ അന്വേഷണത്തിൽ നിർദ്ദേശം കൊടുക്കാൻ കഴിയില്ല, അത് കൊടുക്കുന്നത് ശരിയല്ല, അല്ലെങ്കിൽ അത് നിയമപരമല്ല എന്നുള്ളതുപോലെ വിജിലൻസ് കോടതി ഒരു ജഡ്ജ്മെൻറ്റിൽ പറഞ്ഞപ്പോൾ അത് കറക്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ പോലീസ് ഫോഴ്സിൻ്റെയും വിജിലൻസ് ഹയറാർക്കിയുടെയും അനിവാര്യതയായിരുന്നു. അതിന് അപ്പീൽ പോകാതിരിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ അവിടെ നിന്ന് തുടർന്ന് മുമ്പോട്ട് വിജിലൻസിൻ്റെ പ്രവർത്തന രീതി മുഴുവനായും മാറണം. കാരണം ഒരു ഉദ്യോഗസ്ഥന്റെ അന്വേഷണം അത് അദ്ദേഹം കാണാതെയാണോ അറിയാതെയാണോ മനസ്സിലാക്കാതെയാണോ അങ്ങനെ പറയുന്നത് എനിക്കറിയില്ല. പരാമർശം തന്നെ കോടതിക്ക് നടത്തേണ്ടി വന്നത് അത് തിരുത്താൻ അപ്പീൽ കൊടുക്കാൻ നിയമപരമായ സാഹചര്യമുണ്ട്. പക്ഷെ അത്തരത്തിലുള്ള ഒരു തിരിച്ചടി, അതിനേക്കാൾ വലിയ തിരിച്ചടിയല്ലേ അപ്പീൽ കൊടുത്ത് വാങ്ങിയത്? അപ്പോൾ പറഞ്ഞ വാചകങ്ങൾ മാറ്റി കിട്ടിയെങ്കിലും വീണ്ടും പറഞ്ഞത് എന്തൊക്കെയാണെന്നുള്ളത് ഡോക്ടർ മാത്യു ഓർക്കുന്നില്ലേ? എനിക്ക് നന്നായി ഓർക്കുന്നു. ഞാൻ ചോദിക്കട്ടെ ഡോക്ടർ ലാൽ, അപ്പോൾ ആ വിജിലൻസ് കോടതി വിധിയിൽ ഒരു എറർ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ സമ്മതിക്കുമോ? കാരണം ഹൈക്കോടതി അതല്ല, വിജിലൻസ് എന്ന് പറയുന്നത് സർക്കാരിന്റെ ഭാഗമാണ്, സ്വതന്ത്ര ഏജൻസി എന്ന് പറഞ്ഞത്. അതിൽ ഹൈക്കോടതി പറഞ്ഞത് എന്താ, ഇങ്ങനെ ഒരു റിപ്പോർട്ട് കൊണ്ടുവന്ന് ഡയറക്ടറെ ചുമതല, അതിൽ എന്തെങ്കിലും പെശകുണ്ടെങ്കിൽ റീഇൻവെസ്റ്റിഗേഷന് ഓർഡർ ചെയ്യാം, അതല്ലാതെ അന്വേഷണമേ വേണ്ട, ചാർജ് കൊടുക്കണ്ട എന്ന് പറഞ്ഞതാണ് തെറ്റെന്നാണ് പറഞ്ഞത്. അത് എവിടെയാണ് വിജിലൻസിന് എതിരായിട്ടൊരു പരാമർശമായി വരുന്നത്? വിജിലൻസിന്റെ പ്രവർത്തനത്തെ അട്ടിമറിക്കുന്നത് എങ്ങനെയാ? തീർച്ചയായിട്ടും എനിക്ക് പെട്ടെന്നൊരു ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. ശ്രീ JR പത്മകുമാർ, ഈ ഊർജ്ജം ചാനലുകളിൽ കാണിച്ചാൽ പോരാ, അത് വീണ്ടും CBI കൊണ്ടുവരിക്കാൻ കൂടി വേണമെന്നാണ് ഡോക്ടർ ബിജു രമേശ് നേരത്തെ താങ്കളോട് പറഞ്ഞത്. ആ ചർച്ചയിലേക്ക് നമുക്ക് തിരിച്ചെത്താം. ശ്രീ JR പത്മകുമാർ, ഇപ്പൊ CBIക്ക് കേസ് വിടണം എന്നുള്ള അന്വേഷണവും ചർച്ചയുമാണല്ലോ നമ്മളിപ്പോൾ നടത്തുന്നത്. CBI ആണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ വിജിലൻസ് അന്വേഷിക്കുന്നതിനേക്കാൾ നല്ലത്. കാരണം വിജിലൻസ് ഇത്തരത്തിൽ ഭരിക്കുന്നവർ തന്നെ നിയന്ത്രിക്കുന്നതായതുകൊണ്ട് അവർക്കെതിരെ ആരോപണം ഉള്ളതുകൊണ്ട് ശരിയല്ല എന്നൊരു യുക്തിയാണ് അതിന് പിന്നിലുള്ളത്. പക്ഷേ ഈ CBIക്ക് കൂടുതൽ ഇടപെടലുകൾ CBIയുടെ മേൽ നടത്താൻ പറ്റുന്നത് BJPക്കും കേന്ദ്ര സർക്കാരിനും ഒക്കെയാണ് എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ ഒരു അയഞ്ഞ സമീപനം ശ്രീ KM മാണിക്ക് ഇപ്പുറമുള്ള ആളുകളോട്, KM മാണി സാറിൻ്റെ അടുത്ത് മാത്രമില്ല എന്ന് പറയുന്നു, ബാക്കിയുള്ളവരോട് ഉണ്ടോ എന്നുള്ളതാണ് ഡോക്ടർ ബിജു രമേശിനെ പോലുള്ളവർക്ക് വീണ്ടും അവിടെയും സംശയിക്കാനിടയുണ്ടാക്കുന്നത്. അല്ല, മാണിക്കെതിരായിട്ട് ശക്തമായ നിലപാടെടുത്ത് ഞങ്ങളല്ലേ കേരളത്തിൽ. അദ്ദേഹം ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ വന്നപ്പോൾ തലേദിവസം തന്നെ നിയമസഭ അക്കാര്യത്തിലൊന്നും തർക്കമില്ല. നിങ്ങൾ മുമ്പ് സമരം നടത്തി, ഇപ്പൊ ചാനലിൽ വലിയ ചർച്ച നടത്തുന്നു. ഇതിലൊക്കെ ഡോക്ടർ ബിജു രമേശിന് യാതൊരു സംശയവുമില്ല. ബിജു രമേശിന് അറിയാമല്ലോ, വിജിലൻസ് കോടതിയിൽ ഈ അന്വേഷണം ക്ലോസ് ചെയ്തുകൊണ്ട് റിപ്പോർട്ട് വന്ന സമയത്ത് ബിജു രമേശ് ഉൾപ്പെടെയുള്ള ആളുകൾ തുടരന്വേഷണം വന്നപ്പോൾ ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റും അവിടെ ഹാജരായി തുടരന്വേഷണം വേണം എന്നുള്ള നിലയിൽ ഹർജി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തെറ്റിദ്ധാരണയുണ്ട്, BJP അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് ഇരിക്കുമ്പോൾ സംസ്ഥാനത്ത് CBI അന്വേഷണം നടത്താൻ നമുക്ക് കഴിയുമെന്ന്. ഒരിക്കലുമില്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ എത്രയോ കഴിയുമോ ഇല്ലയോ എന്നുള്ളതല്ല, നിങ്ങൾ ഒരു ജാഥ പോലും അതിന്റെ പേരിൽ നടത്തിയില്ലല്ലോ. ഒന്നത്. രണ്ടാമത്തെ കാര്യം, ഈ പറഞ്ഞതുപോലെ കേസുകളൊക്കെ വരുമ്പോൾ ഇപ്പോൾ ബിജു രമേശിനുള്ള ഒരു ഫീലിംഗ് CPM-ഉം CPI നേതാക്കന്മാരുമാണ് വ്യക്തിപരമായിട്ടെങ്കിലും ഇതിനകത്ത് ഹർജികളുമായി പോകുന്നത്. നിങ്ങളുടെ എത്ര നേതാക്കന്മാർ രേഖകൾ ഇങ്ങനെ കാണിക്കുന്നതല്ലാതെ ഈ കാര്യങ്ങൾ കോടതിയിൽ കൊണ്ടുപോയി പറയുന്നു? അല്ല, കോടതിയിൽ ഇപ്പോൾ വിജിലൻസിൻ്റെ ഈ പുനരന്വേഷണം പ്രഖ്യാപിച്ചു കഴിഞ്ഞു, അതന്വേഷിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഞങ്ങൾ ഇതൊരു രാഷ്ട്രീയമായി തന്നെ ഏറ്റെടുത്തുകൊണ്ട് സമര രംഗത്തുണ്ട്. നിങ്ങൾ ഒരു 1-2 ആഴ്ചക്കകത്ത് നോക്കും, സെക്രട്ടേറിയറ്റിൽ ഉപരോധിച്ചുകൊണ്ടുള്ള സമര പരിപാടികൾ, എല്ലാ കളക്ട്രേറ്റിലേക്കുള്ള പരിപാടികൾ, ഇതെല്ലാം ഞങ്ങൾ നിശ്ചയിച്ച് അതുമായി മുന്നോട്ട് പോവുകയാണ്. പിന്നെ CBI അന്വേഷണത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഒന്നുകിൽ ഗവൺമെന്റ് തീരുമാനമെടുക്കണം, അല്ലെങ്കിൽ കോടതി പറയണം. അത് പറഞ്ഞാൽ അതിനെ ഞങ്ങളാരും ഒപ്പോസ് വേണം എന്ന് തന്നെ ഗവൺമെന്റ് ഇങ്ങനെ ഇതെല്ലാം സ്വയം തീരുമാനിച്ച് നിങ്ങളുടെ കാൽക്കൽ കൊണ്ട് വെക്കും. അതുകൊണ്ട് നിങ്ങൾ നിയമപരമായി പോരാട്ടം ഞങ്ങൾ ഒരു സൈഡ് നടത്തുന്നുണ്ട്, രാഷ്ട്രീയമായുള്ള പോരാട്ടം ഞങ്ങൾ നടത്തുന്നുണ്ട്. മുഴുവൻ മന്ത്രിമാരും രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമര പരിപാടികൾക്ക് ഞങ്ങൾ നിശ്ചയിച്ചു കഴിഞ്ഞാൽ അതിന്റെ തുടക്കം വളരെ പെട്ടെന്ന് തന്നെ അത് കാണാൻ കഴിയും. ശ്രീ ആനത്തലോട്ടും ആനന്ദൻ അവരെല്ലാം തയ്യാറാക്കി കഴിഞ്ഞു. ഇപ്പൊ പെട്ടെന്ന് പറയാൻ ഓരോന്നായിരുന്നിട്ട് ഒരുപാടുള്ളത് കൊണ്ടായിരിക്കാം പറ്റാത്തത്. ഇപ്പൊ തൽക്കാലം അവർ സമത്വ മുന്നേറ്റ യാത്രയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന സംശയമാണോ നിങ്ങൾക്കുള്ളത്? അതാണ് നടത്തിക്കോളൂ. ഇതിൽ കോടതിയുടെ പരാമർശങ്ങൾ സാമാന്യ നീതിക്കും സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യനെല്ലാം മനസ്സിലാകും. ഗവൺമെൻറ് ആവശ്യമില്ലാതെ പോയി ഓരോന്ന് ചോദിച്ച് വായിക്കാണ്. കോടതി ഇപ്പോൾ ചോദിക്കുകയുണ്ടായി, ഈ CBI അന്വേഷിക്കുന്നതല്ല ഇതിനേക്കാൾ നല്ലത്. ഉടനെ അഡ്വക്കേറ്റ് ജനറൽ കയറി എതിർക്കുകയാണ്.
ഉച്ചയ്ക്ക് പറയാം, സർക്കാരുമായിട്ടൊന്ന് ആലോചിച്ചിട്ടാണ്. അല്ല, ഈ CBI അന്വേഷണം തന്നെ വന്നാൽ പോലും ഈ കാര്യത്തിൽ ഒരു കൃത്യമായ ഒരു ഉത്തരം കിട്ടാൻ സാധിക്കും എന്ന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ, കേരളത്തിലെ സാഹചര്യത്തിൽ, രാഷ്ട്രീയ സാഹചര്യത്തിൽ താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, അതുകൊണ്ട് ഞാനിക്കാരനകത്ത് വേറെ നിർദ്ദേശം, CBI അന്വേഷിക്കാൻ തന്നെ സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിലായിരിക്കണം CBI അന്വേഷിക്കാൻ. ഇല്ലാതെ വന്നാൽ രാഷ്ട്രീയ അഡ്ജസ്റ്റ്മെൻറ്റിന് ഈ ഏജൻസി എല്ലാം ഉപയോഗിക്കും. അത് കേരളത്തിൽ ക്രൈംബ്രാഞ്ചിന് ഉപയോഗിക്കും, വിജിലൻസിന് ഉപയോഗിക്കും, കേന്ദ്രത്തിൽ CBIയുടെ അനുഭവം നമുക്കറിയാമല്ലോ. UP ഗവൺമെൻറ് ആയാലും അവിടെ താല്പര്യത്തിന് വേണ്ടി അഡ്ജസ്റ്റ് ആവുന്ന കേസുകൾ അവർ ചെയ്യും. BJP ഗവൺമെൻറ് ആയാലും ഇത് ചെയ്യും. അതുകൊണ്ട് കോടതിയുടെ, സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ CBI അന്വേഷിക്കലായിരിക്കും. ഇതിൽ അങ്ങനെയാണെങ്കിൽ ആരൊക്കെ തമ്മിലാണ് അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ടാകുക? ഇത് കെ മാണി സാറിന് വേണം എന്ന് പറഞ്ഞ BJP അതിലൊരു അഡ്ജസ്റ്റ്മെന്റ് നടത്താൻ മനസ്സിലാക്കാം. പക്ഷേ ഈ കേസ് മുന്നോട്ട് പോകും തോറും ഇത് വേറെ പല തലങ്ങളിലേക്കുമാണല്ലോ പോകുന്നത്. അതെ. അപ്പോൾ ഈ അഡ്ജസ്റ്റ്മെന്റുകൾ ആരൊക്കെ തമ്മിലാണെന്നാണ്. അതുകൊണ്ട് ആ കേസിലെ പ്രതികളെ, ചില പ്രതികളെ രക്ഷിക്കേണ്ടി വരും, ചില പ്രതികളെ ശിക്ഷിക്കേണ്ടി വരും. അവസരം തരാം ശ്രീ ആനന്ദലോട്. ഈ അന്വേഷണത്തിൽ രക്ഷിക്കേണ്ടവരെ രക്ഷിക്കും, ശിക്ഷിക്കേണ്ടവരെ ശിക്ഷിക്കും. കേന്ദ്ര ഗവൺമെന്റിന്റെ നയം ഏതാണോ, കാഴ്ചപ്പാട് ഏതാണോ, അതിനനുസരിച്ച് നടക്കും. അവർക്ക് ആരെ രക്ഷിക്കണമോ അവരെ രക്ഷിക്കും. കോൺഗ്രസിനെയാണ് ഇപ്പൊ അവരുടെ മെയിൻ എനിമായി കാണുന്നെങ്കിൽ കോൺഗ്രസിന്റെ മന്ത്രിമാർക്കെതിരായി ശിക്ഷ വരും. അല്ല, ശ്രീ ഡോക്ടർ ബിജു രമേശ് എന്തോ പറയുന്നുണ്ട്. ഇല്ല, കഴിഞ്ഞ ആഴ്ച BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ഒരു ചാനലിൽ പറയുന്നത് കേട്ടായിരുന്നു. വളരെ വിചിത്രമായിട്ട് തോന്നി. മാണി സാറല്ല, കേരള കോൺഗ്രസ് ആണ് വരുന്നതെങ്കിൽ ഞങ്ങൾ 100% ഞങ്ങൾ അവരെ സ്വീകരിക്കുമെന്ന്. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ ശ്രീ ആന്റണി രാജു പറയുന്നത് കേട്ടു, ഞങ്ങൾ ആരെ കൂടെ പോയാലും BJPയുടെ കൂടെ പോകില്ല എന്ന്. എന്തിനാ ഇങ്ങനെ പറഞ്ഞിട്ട്? അപ്പം ജനങ്ങളുടെ മനസ്സിൽ മൊത്തം കൺഫ്യൂഷൻ ആവുകയല്ലേ? ഞങ്ങൾ മാണി സാറല്ല, കേരള ഡോക്ടർ ബിജു രമേശ് അത് കംപ്ലീറ്റ് ചെയ്യട്ടെ. താങ്കൾ 1 മിനിറ്റ് എടുത്തോളൂ ഡോക്ടർ ബിജു. ഇല്ല, അങ്ങനെയല്ല ചോദിച്ച. നമ്മുടെ സംസ്ഥാന നിയമസഭാ ഇലക്ഷനെ കുറിച്ച് ചോദിക്കുമ്പോഴാണ് പറയുന്നതായിട്ട് കേട്ടത്, വന്നാൽ സ്വീകരിക്കുന്നത്. നിങ്ങളുടെ അത് കഴിഞ്ഞിട്ടുള്ള നിലപാടുകളും ഇതിനെതിരെ ഒരു കേസിന് പോവുകയോ, നിങ്ങൾ ഈ മാണി സാറിൻ്റെ അന്വേഷണത്തിനെതിരെ എന്തുകൊണ്ട് കേസിന് നിയമപരമായി ഹൈക്കോടതിയിൽ മൂവ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് എൻ്റെ. അപ്പോൾ ഇത് ശ്രീ മുരളീധരൻ അദ്ദേഹം പ്രസിഡന്റ് പറയുന്നതും അതിനുശേഷമുള്ള നിങ്ങളുടെ ആറ്റിറ്റ്യൂഡും ഒക്കെ കണ്ടപ്പോൾ സംശയം തോന്നിയത് കൊണ്ടാണ്. അത് ജനങ്ങളുടെ മുന്നിലുള്ള ആ സംശയം ദുരാകരിക്കുന്നതിലേക്ക് വേണ്ടിയാണ് ഞാൻ ഒന്നുകൂടെ എടുത്ത് ചോദിക്കുന്നത്. നിങ്ങൾ CBI ആവശ്യപ്പെട്ടുകൊണ്ട് BJP കോടതിയെ സമീപിക്കുമോ ഇല്ലയോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. ബാക്കി കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് ഇന്ന് മനസ്സിലായിരിക്കുക. പോകുമെങ്കിൽ നിങ്ങൾ അവരോട് കൂട്ടുകൂടാൻ പോകുന്നില്ലെങ്കിൽ നിങ്ങൾ കൂട്ടുകൂടാൻ പോകുന്നുണ്ട്. അഴിമതി നിങ്ങൾക്ക് പ്രശ്നമാണോ അല്ലയോ എന്ന് ഒന്ന് വിലയിരുത്തുന്നത് വളരെ കൃത്യം. അല്ല, ഞാനൊന്ന് പറയട്ടെ. ഇപ്പൊ ഈ കോട്ടയത്താണ് തോന്നുന്നു, കുറ്റൂർ ഗ്രാമപഞ്ചായത്തിൽ വിക്ടർ T. തോമസ് എഴുതി ഒപ്പിട്ട് കൊടുത്ത ഒരു സാധനം താങ്കളും കണ്ടല്ലോ. ഞാൻ വരാം ശ്രീ അജിത് കുമാറിലേക്ക്. അതായത് കേരള കോൺഗ്രസിന്റെ വോട്ടോടുകൂടി അവിടെ BJP ഭരിക്കുകയാണ് ആ പഞ്ചായത്ത്. ഈ കാര്യം BJPയുടെ വോട്ട് കിട്ടിയാൽ ഞങ്ങൾ രാജിവെക്കുമെന്ന് പറഞ്ഞ പാർട്ടി അടുത്തിരിപ്പുണ്ട്. അങ്ങനെ നിങ്ങൾക്കൊരു മാതൃകാപരമായി കാണിക്കാൻ പറ്റുന്നില്ലല്ലോ. അങ്ങനെ വരുമ്പോൾ ഡോക്ടർ ബിജു രമേശിനെ പോലുള്ളവർ സംശയിക്കില്ല. അവരുടെ ഒരു കേസാണ്, അവരാണ് ഹർജിക്കാർ. നിങ്ങൾ സഹായിക്കുന്നില്ലേ? നിങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ 8 വാർഡിൽ ജയിപ്പിച്ച ഡോക്ടർ ബിജു രമേശ്. അദ്ദേഹം പറഞ്ഞാൽ അദ്ദേഹത്തിന് വിശ്വാസം ഇരുന്നോട്ടെ, ഞാൻ എതിർക്കുന്ന പോകുന്നില്ല. ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രാദേശിക തലത്തിൽ കഴിഞ്ഞ 2010 ഞങ്ങളുടെ പിന്തുണ കൊണ്ട് എത്രയോ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ മാണി കോൺഗ്രസിനുണ്ട്. ഞങ്ങൾ അവരെ പിന്തുണ ഉടുമ്പൻചോല മണ്ഡലത്തിൽ എനിക്കറിയാം. ഞാൻ അന്ന് ഇടുക്കി ചാർജ് ഉണ്ടായിരുന്ന സമയത്താണ് അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതും അതുമായിട്ട് കൂട്ടിക്കുഴയ്ക്കേണ്ട കാര്യമില്ല. അന്ന് മാണി സാർ ഈ പ്രശ്നം ഇല്ലല്ലോ. നിങ്ങൾ അടി ഉണ്ടാക്കിയ അടുത്ത ആഴ്ച നിങ്ങൾ എന്തോ വലിയ സമരം പ്ലാൻ ചെയ്തിരിക്കുകയാണല്ലോ. മാണി സാറിന് പറയാതെയാണോ ഈ സമരം? രമേശ് പറയുമ്പോൾ ഇപ്പോ ഈ ഒരാള് ഇപ്പൊ നോക്കിക്കൊള്ളു, ഹൈക്കോടതിയിൽ CBI അന്വേഷണമായിട്ട് വന്നത് പ്രിമച്ചറാണ്. ഇപ്പൊ പോകാൻ ഇപ്പൊ ഈ തുടരന്വേഷണം വിജിലൻസ് നിയമമല്ലേ ശ്രീ നിങ്ങൾ ഒരു ലോ ഫേം ഒന്നും അല്ലല്ലോ, നിങ്ങൾ രാഷ്ട്രീയ പാർട്ടിയല്ലേ? അല്ല, ഞങ്ങളത് ഡോക്ടർ ബിജു ഇപ്പോൾ സത്യത്തിൽ പ്രിമച്ചർ ക്വിക്ക് വെരിഫിക്കേഷൻ നടന്നപ്പോഴും അതുമായി ബന്ധപ്പെട്ട് ഒരു ഫൈനൽ റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ട് ചലഞ്ച് ചെയ്തുകൊണ്ട് പോയി തുടരന്വേഷണം ഓർഡർ ചെയ്ത് ആ അന്വേഷണം സ്റ്റാർട്ട് ചെയ്തല്ലേ ഉള്ളൂ. ആ അന്വേഷണം വിജിലൻസ് കോടതി പറഞ്ഞു തുടരന്വേഷണം നടത്തണം. ആ അന്വേഷണം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇപ്പൊ ആരെങ്കിലും കൊണ്ടുവന്ന് ഹൈക്കോടതി കൊടുത്ത് CBI ഇട്ട് CBI വേണ്ട എന്ന് പറഞ്ഞാൽ അതോടുകൂടി ബ്ലോക്ക് ആയില്ലേ? അപ്പൊ അത് മാണി സാറിനെ രക്ഷപ്പെടുത്തുന്ന നടപടിയാവൂലേ? അത് രക്ഷപ്പെടുന്ന
ബ്ലോക്ക് ആകത്തില്ല. ഇപ്പൊ കൊടുത്താൽ ബ്ലോക്ക് അതല്ലല്ലോ, ഹൈക്കോടതിയിൽ കൊണ്ടുവന്ന് എതിരായിട്ടൊരു അനുഭവം, ഒരു ഓർഡർ അവിടെ വന്നു കഴിഞ്ഞാൽ അതോടുകൂടി CBI അന്വേഷണം എന്നുള്ള അത് നിന്നു. അതേസമയം ഈ വിജിലൻസ് അന്വേഷണം തുടരന്വേഷണം നടത്തി അതിൽ ഒത്തുകളി കൊണ്ടുവന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും CBI അന്വേഷണം വരും. എന്നാൽ ഈ കേസുമായി മുന്നോട്ട് പോകുന്ന ആൾ ഡോക്ടർ ബിജു രമേശ് ആണല്ലോ. താങ്കൾക്ക് അങ്ങനെ അല്ല തോന്നുന്നത്? എന്ത് യുക്തിയാണ്, നിയമപരമായ പിൻബലമാണ് ഡോക്ടർ ബിജു രമേശ് താങ്കൾക്ക് അവിടെ തോന്നുന്നത്? ആദ്യം തന്നെ സുനിൽകുമാർ പോയ സമയത്ത് അതിൻ്റെ ക്വിക്ക് വെരിഫിക്കേഷൻ നടക്കുമ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള അന്വേഷണം തുടങ്ങിയപ്പോഴും സുനിൽകുമാർ പോയപ്പോൾ കോടതി പറഞ്ഞു ഇപ്പോൾ നിലവിൽ അന്വേഷണം നടക്കുകയാണല്ലോ, അതിലെന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ അതുകൊണ്ട് ഇപ്പോൾ CBIയുടെ ആവശ്യം ഗവൺമെൻറ് ഭയങ്കര ശക്തമായി എതിർത്തു. ഇപ്പോൾ കോടതി പറയും ശരി, തൽക്കാലത്തേക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇനി അത് അങ്ങനെ വേണമെന്നുള്ള സാഹചര്യം വരികയാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും വേണമെങ്കിലും കോടതിയെ സമീപിക്കാമെന്നാണ് ഹൈക്കോടതി അന്നും പറഞ്ഞത്. അതുകൊണ്ട് ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ കോടതിയെ സമീപിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. കോടതി നമ്മുടെ അവകാശം നിഷേധിക്കത്തൊന്നുമില്ല. അന്വേഷണത്തിൽ അട്ടിമറി പിന്നി നടക്കുകയാണെങ്കിൽ നമുക്കതിനുള്ള അവകാശം തന്നു തന്നെ തരും. എന്തുകൊണ്ട് നിങ്ങളത് കോടതിയെ സമീപിക്കുന്നില്ല? അല്ലെങ്കിൽ നിങ്ങൾ ഇതെല്ലാം മാണി സാറിനെ കുറ്റവിമുക്തനാക്കിയതിന് ശേഷമേ പോവുകയുള്ളൂ എന്നാണ് ചോദ്യം. അതല്ല, വിജിലൻസ് അന്വേഷണം തുടരന്വേഷണം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു കാര്യം നടക്കണ്ടേ? അന്വേഷണ സാക്ഷികളെ പോലെ നിങ്ങൾക്ക് ആരെയും സംശയമില്ല. കേരളത്തിലെ വിജിലൻസ് അന്വേഷണവും നിങ്ങൾ നോക്കിയിരിക്കുകയാണ്. അതിനകത്ത് സംശയമില്ല. അന്വേഷിക്കണമെങ്കിൽ വരട്ടെ, അപ്പൊ ഞങ്ങൾ നിലപാടെടുക്കാം. അവിടെയാണ് നിങ്ങൾ സംശയിക്കുന്നത്. ഞാൻ തിരുത്താം. ഡോക്ടർ മാത്യു ഇവിടെ എന്തെങ്കിലും കാര്യങ്ങൾ മുന്നോട്ട് പോകണമെങ്കിൽ ആദ്യം സംസ്ഥാന സർക്കാർ തീരുമാനിക്കട്ടെ. CBI അന്വേഷണമാണ് വേണ്ടതെങ്കിൽ ആ കാര്യമാകട്ടെ. അത് ചങ്കൂറ്റത്തോടുകൂടി സീസറിന്റെ ഭാര്യ സംശയത്തിൽ പെടാതിരിക്കാൻ ആ കാര്യത്തിൽ ഇനിയും വൈകിക്കാതെ പെട്ടെന്ന് തീരുമാനമെടുക്കൂ എന്ന ഫേസ്ബുക്ക് പോസ്റ്റാണോ താങ്കൾ നാളെ രാവിലെ ഇടാൻ പോകുന്നത്? അല്ല, ഞാൻ എൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന് അത്ര വലിയ പ്രാധാന്യം കൽപ്പിക്കേണ്ടതില്ല. ഞാൻ ഇവിടെ ഞാൻ സൂചിപ്പിക്കാൻ പ്രാധാന്യമുണ്ട് ഡോക്ടർ മാത്യു. ഞങ്ങളത് കുറച്ച് കാണുന്നില്ല. കാരണം താങ്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത് ഒരു പൊതുസമൂഹമെങ്കിലും താങ്കൾ ഉൾപ്പെടെയുള്ളവരെ തെറ്റിദ്ധരിക്കാതിരിക്കാനെങ്കിലും ഇടയാക്കിയിട്ടുണ്ട്. അതിൽ കൂടുതലെങ്കിലും പ്രതീക്ഷിക്കേണ്ട. അത് താങ്കൾക്ക് അവകാശപ്പെട്ടതാണ്. അതിൽ നിന്നുകൊണ്ട് താങ്കൾ മുന്നോട്ട് ചിന്തിക്കൂ. തീർച്ചയായിട്ടും നന്ദി. അല്ല, ഇവിടെ ബിജു രമേശ് പറഞ്ഞതിനോട് എനിക്കൊരു വിയോജിപ്പുള്ളത്, ഇപ്പോൾ ഈ രാജ്യത്ത് അഴിമതിയെ എതിർക്കുന്നവരെല്ലാവരും ഹൈക്കോടതിയിൽ വന്ന് CBI അന്വേഷണം ആവശ്യപ്പെടണം എന്ന് പറയുന്നത് യുക്തിയല്ല, ശരിയല്ല. നമ്പർ 1. നമ്പർ 2, ഇനിയിപ്പോൾ BJP അതിൻ്റെ ഒരു നിലപാടെടുത്തു എന്ന് ഓർത്തുകൊണ്ട് കോടതി ഇപ്പോൾ BJPയും CPMും ആവശ്യപ്പെടുന്നു എന്നാൽ അതുകൊണ്ട് വിട്ടേക്കാം എന്ന നിലയിൽ തീരുമാനിക്കത്തില്ല. കോർട്ട് വിൽ ലുക്ക് ഇൻ ടു ദ മെറിറ്റ് ഓഫ് ദ മാറ്റർ. വിജിലൻസ് കളക്ട് ചെയ്ത എവിഡൻസും അതിൽ നിന്നും പക്ഷെ കോടതി ഒരു കാര്യം കൂടി പറയുന്നുണ്ടല്ലോ, ഇടയ്ക്കിടയ്ക്കൊക്കെ ഇപ്പോഴുള്ള കേസുകളിലൊക്കെ പൊതുജനങ്ങൾക്ക് വിശ്വാസം വേണം ഈ അന്വേഷണത്തിൽ. താങ്കൾ തന്നെ ഏറ്റവും ആദ്യം ചൂണ്ടിക്കാട്ടിയ കാര്യം, അന്വേഷിച്ചാൽ പോരാ, ആ അന്വേഷണം ജനങ്ങൾ കൂടി ബോധ്യപ്പെടണം. ആ കാര്യത്തിൽ ഈ പാർട്ടികളൊക്കെ ഇടപെടുന്നതിൽ കാര്യമുണ്ട് ഡോക്ടർ മാത്യു. അല്ല, അങ്ങനെ കോടതിയുടെ മൈൻഡ് അതിൻ്റെ പേരിൽ മേക്കപ്പ് ആവുമെന്ന് ഒരു ലോയർ എന്ന നിലയ്ക്ക് ഞാൻ ചിന്തിക്കുന്നില്ല. ഇനിയിപ്പോൾ ഇവിടുത്തെ മുഴുവൻ പാർട്ടികൾ ഒന്നിച്ചു നിന്ന് പറഞ്ഞാലും ഐ ഡോണ്ട് തിങ്ക് ദ കോർട്ട് വിൽ ബി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദെയർ സ്റ്റാൻഡ്. കാരണം കോർട്ട് വിൽ ഓൺലി ലുക്ക് ഇൻ ടു ദ മെറിറ്റ്. അതാണ് ഒരു ജഡ്ജ് ചെയ്യുന്നത്. ഞങ്ങളുടെയൊക്കെ അനുഭവം, ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നതും കണ്ടിട്ടുള്ളതും അതാണ്. അതുകൊണ്ട് എത്ര പേര് വന്നത് ആവശ്യപ്പെട്ടു എന്നതിന് പ്രസക്തി ഉണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. ബിജു രമേശ് മാത്രമാണെങ്കിലും അദ്ദേഹത്തിന് കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ അദ്ദേഹം ഇനിയിപ്പോൾ സർക്കാർ എത്രമേൽ എതിർത്താലും കോടതി CBIക്ക് റെഫർ ചെയ്യേണ്ടതാണ്, ഈ റെഫർ ചെയ്യും. പിന്നെ ഇപ്പോൾ മുതിർന്ന നേതാവ് ആനത്തല വട്ടാനത് അദ്ദേഹം പറഞ്ഞു കേട്ടില്ലേ, ഇനി CBIക്ക് വിട്ടാലും അവർക്ക് വിശ്വാസമില്ല. CBI അന്വേഷിച്ചാലും പറയും ഇതും തൃപ്തികരമല്ലെന്ന്. നമ്മുടെ രാജ്യത്തുള്ള സംവിധാനങ്ങളല്ലേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂ. ഇനിയിപ്പോൾ റഷ്യയോടോ ചൈനയോടോ അമേരിക്കയോടോ കഴിയില്ല. സാധാരണക്കാരോ ആരുമല്ല, വിജിലൻസ് കോടതിയാണ് കണ്ടെത്തിയത്. അതാണ് മുകളിലോട്ടുള്ള കോടതികളൊക്കെ ഇപ്പോൾ പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് CBI അന്വേഷിക്കട്ടെ, അപ്പം നമുക്ക് അന്വേഷിക്കാം. പക്ഷേ ഡോക്ടർ മാത്യു, കഴിഞ്ഞ കാലങ്ങളിലെ അന്വേഷണം പോലെ മുന്നോട്ട് കാര്യങ്ങൾ പോയാൽ CBIക്കും വിടില്ല, ഇവിടെയും അന്വേഷിക്കില്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് പോയാൽ എങ്ങനെ ശരിയാകും? ഡോക്ടർ മാത്യു ഒരു കാര്യം ഇത്രയും കൂടെ ഒന്ന് ചേർത്ത് പറഞ്ഞാൽ കൊള്ളാം. ഡോക്ടർ മാത്യു ഒരു കാര്യത്തിനോട് ചേർത്ത് പറഞ്ഞാൽ കൊള്ളാം. തുടരന്വേഷണം നടത്താൻ വിജിലൻസ് കോടതി ഉത്തരവിട്ടതിനെ സ്റ്റേ ചെയ്യിക്കാൻ എന്തിനാണ് ഗവൺമെൻറ് പോയത്? അന്വേഷണം നടത്തുന്നതിന് എന്തിന് ഭയക്കണം? അപ്പം എന്തോ കുഴപ്പമുള്ളതുകൊണ്ടല്ലേ തുടരന്വേഷണം വേണ്ടെന്ന് വന്നത്? അല്ല, ഞാൻ ഒരു കാര്യം തിരിച്ചു ചോദിക്കട്ടെ. അദ്ദേഹം വളരെ നന്നായി കാര്യങ്ങൾ അറിയാവുന്ന ആളായതുകൊണ്ട്
ഞാൻ പറയുന്നു ഇപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം ആദ്യം ഞാൻ പറയാം. പ്രോസിക്യൂഷൻ സാധാരണഗതിയിൽ കോടതിയിലൊരു നിലപാടെടുത്താൽ അതിനെ ജസ്റ്റിഫൈ ചെയ്യുക എന്നുള്ളത് നാച്ചുറലാണ്. ഞങ്ങൾ സമർപ്പിച്ച റിപ്പോർട്ട് തുടരന്വേഷണം വേറെ ആളുകൾ ആവശ്യപ്പെടുന്നു. സ്വാഭാവികമായിട്ടും സർക്കാരിൻ്റെ നിയമ സംവിധാനം AG അടക്കമുള്ളവർ വിജിലൻസിൻ്റെ റിപ്പോർട്ട് കറക്റ്റാണെന്നും നിയമപരമാണെന്നും അതിൽ തെറ്റ് പറ്റിയിട്ടില്ല എന്നും കോടതിയിൽ ആർഗ്യൂ ചെയ്യാൻ ബാധ്യസ്ഥരല്ലേ? അങ്ങനെയല്ലേ പ്രോസിക്യൂഷൻ എല്ലാ കേസിലും അതിൻ്റെ അപ്രോച്ച് അങ്ങനെയല്ലേ? എത്ര എവിഡൻസ് ഇല്ലെങ്കിലും അവരെ ശിക്ഷിക്കണമെന്നാണ്. അല്ല, ഏതന്വേഷണത്തിനെയും നേരിടാൻ തയ്യാർ എന്ന് പറയുന്ന ഭരണകൂടം തുടരന്വേഷണത്തിന് കോടതി ഉത്തരവിട്ടാൽ അതിന്റെ മേൽ അപ്പീൽ പോകണം, സ്റ്റേ ചെയ്യാൻ. അല്ല മാത്യു, ഒരു കാര്യം കൂടി ചേർത്തത്, ഇതിൽ ബാധി എല്ലാ ഭാഗത്തും ഗവൺമെന്റ് അല്ലേ പറയേണ്ടത്? അപ്പൊ ഗവൺമെന്റ് അല്ലേ ബാധിയാവേണ്ടത്? അപ്പൊ ഈ പ്രതിക്ക് വേണ്ടി എന്തിനു നിൽക്കുന്നു എന്നുള്ളതാണ് ഗവൺമെന്റ്. വിജിലൻസിന് വേണ്ടി നിൽക്കണം. വിജിലൻസ് പറയുന്നത് കറപ്റ്റ് ആയിട്ടുള്ള ആളുകളെ പിടിച്ച് നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണമെന്നാണ് പറയുന്നത്. അല്ല, വിജിലൻസിന് വേണ്ടി നിൽക്കുമ്പോൾ പ്രതിയെ രക്ഷപ്പെടുന്നത്. അതായത് പറയാൻ അനുവദിക്കണം. പറയാൻ അനുവദിക്കുമെങ്കിൽ ഞാൻ പറയാം. ഞാൻ താങ്കൾ അതുകൂടി ചേർത്ത് ഞാൻ പറഞ്ഞത് ഗവൺമെന്റ് ഡിഫെൻഡ് ചെയ്യുന്നത് KM മാണി അല്ല. ഗവൺമെന്റ് ഡിഫെൻഡ് ചെയ്യുന്നത് വിജിലൻസിന്റെ ഫൈനൽ റിപ്പോർട്ടിനെയാണ്. ദേ ആർ ബൗണ്ട് ടു ഡു ദാറ്റ്, വെദർ റൈറ്റ് ഓർ റോങ്. ഗവൺമെന്റ് ഇസ് ബൗണ്ട് ടു ഡു ദാറ്റ്. അങ്ങനെ ചെയ്തേ പറ്റൂ. കാരണം അല്ലെങ്കിൽ പിന്നെ കോടതി അല്ലെങ്കിൽ സർക്കാർ ആ കാര്യത്തിൽ ഗവൺമെന്റ് ഇടപെട്ടു എന്നുള്ളതാണല്ലോ ഇപ്പോ എല്ലാവരും. ഞാൻ പറയട്ടെ ലാല, ഞാൻ പറയട്ടെ, ഞാൻ രണ്ട് കാര്യം പറയാൻ അനുവദിക്കണം. മാനത്തിലോട്ട് ആനന്ദ് അദ്ദേഹം ചോദിച്ച ചോദ്യം ഗവൺമെന്റ് അതെ ഞാൻ പറയാം എന്തിനു ഡിഫെൻഡ് ചെയ്യണം. അപ്പോൾ സ്വാഭാവികമായിട്ടും സർക്കാർ പറയുകയാണ് ഈ തുടരന്വേഷണം ആവശ്യമാണ് എന്ന് പറഞ്ഞാൽ അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥനെതിരെ നടപടി എടുത്തുകൊണ്ടേ പറയാൻ കഴിയൂ. കാരണം എന്താ, ഗവൺമെന്റിന് തന്നെ ബോധ്യമുണ്ട് ഇതിന്റെ തെറ്റുപറ്റിയിട്ടില്ല എന്ന് ബോധ്യമുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും വിജിലൻസ് ഡയറക്ടറുടെ റിപ്പോർട്ട് കോടതി നിരാകരിക്കുകയാണ്. അല്ല, അത് കോടതിയാണല്ലോ തീരുമാനിച്ചത്. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ റിപ്പോർട്ട് ഹാജരാക്കാൻ കോടതി പറയുകയാണ്. അതിൽ സംശയമുണ്ടെങ്കിൽ തുടരന്വേഷണം നടത്താനും പറയുന്നു. അതിനെന്തിനാ എതിർക്കുന്നത്? കുറ്റവാളി ആണെന്ന് കണ്ടെത്തിയാൽ കുറ്റവാളി ശിക്ഷിക്കപ്പെടട്ടെ. ഒരു കോടതിയുടെ ഞാനൊരു നേരെ സ്ട്രെയിറ്റ് ഒരു ചോദ്യം ചോദിക്കട്ടെ. ഇപ്പം അങ്ങ് ഒരു സമരത്തിൽ പങ്കെടുത്ത കേസിൽ അങ്ങേ ശിക്ഷിച്ചു, കീഴ്ക്കോടതി ശിക്ഷിച്ചാൽ കോടതി കണ്ടെത്തിയതല്ലേ അങ്ങനെ നടക്കട്ടെ എന്ന് പറഞ്ഞ് ജയിലിൽ പോകാൻ തയ്യാറാവോ? അപ്പീൽ പോവും. അതെനിക്ക് തോന്നുന്നു സമയത്തിന്റെ പരിമിതി ഉള്ളതുകൊണ്ട് ദയവായി ക്ഷമിക്കുക. എനിക്ക് ആ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. ഏറ്റവും അവസാനം 30 സെക്കൻഡ് ഒരു കാര്യം കൂടി ഇവിടെ സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ വേണം. അങ്ങനെ പല അഭിപ്രായങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞ ഇന്ന് നമ്മുടെ സൊസൈറ്റി വളരെ വിജിലൻ്റ് ആണ്. ബിജു രമേശ്, ആനത്തിലോട്ട് ആനന്ദൻ പോലെയുള്ള സുനിൽ കുമാർ തുടങ്ങി എല്ലാവരും ഏത് കേസ് വിജിലൻസിനെ അന്വേഷിച്ച് തെറ്റായി അന്വേഷിച്ചാൽ അത് കോടതിയിൽ കൊണ്ടുവന്ന് സമർത്ഥിക്കാൻ കഴിവുള്ള പ്രതിപക്ഷവും പ്രതിപക്ഷത്തെ സഹായിക്കുന്ന വലിയ നിരയും അതിനുള്ള നിയമജ്ഞനും ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞ അങ്ങനെ ഒരു വിജിലൻസ് കോടതി അല്ലെങ്കിൽ ഒരു വിജിലൻസ് സംവിധാനത്തിനും തെറ്റായി അന്വേഷിച്ച് ഒരാളെ അനധികൃതമായി രക്ഷപ്പെടുത്താൻ കഴിയില്ല. ബിക്കോസ് വി ആർ സോ വിജിലൻറ്റ്. മാധ്യമങ്ങൾ ഇതുപോലെ തലനാരിഴകീറി പരിശോധിക്കുമ്പോൾ ഇതുവരെയും ആ ഒരു ഫൈനൽ ജഡ്ജ്മെന്റിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല ഡോക്ടർ മാത്യു. ആ പോരാട്ടം നടക്കുന്നതേ ഉള്ളൂ. ഇവിടെ പ്രതിപക്ഷവും മറ്റ് ബിജു രമേശിനെ പോലുള്ളവരും പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിനെതിരെയുള്ള പോരാട്ടവും നടക്കുന്നു. അവസാന വിജയം ആരുടേതാണ് എന്നുള്ളത് തന്നെയാണ് നോക്കുന്നത്. ഡോക്ടർ ബിജു, ഏറ്റവും അവസാനത്തെ 10 സെക്കൻഡിൽ CBI അന്വേഷണം തൽക്കാലം ഒരു ചോദ്യമായി കോടതിയുടെ മുന്നിൽ വരുമ്പോൾ അതിന് സർക്കാർ എന്ത് ഉത്തരം പറയണം എന്നാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്, ആഗ്രഹിക്കുന്നത്? ഞാൻ ആഗ്രഹിക്കുന്ന സർക്കാർ ജനങ്ങളോട് എന്തെങ്കിലും ആത്മാർത്ഥ്യമുണ്ടെങ്കിൽ CBI എൻക്വയറി നിഷ്പക്ഷമായി CBI എൻക്വയറിക്ക് വിടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകില്ല എന്നതിൻ്റെ ഉറപ്പാണ്. ഇന്ന് ആദ്യം തൊട്ടേ CBI എൻക്വയറി പറഞ്ഞപ്പോൾ അഡ്വക്കേറ്റ് ജനറൽ ഉടൻ തന്നെ ചാടി എണീറ്റ് അങ്ങനെ പ്രയറിൽ പറഞ്ഞിട്ടില്ലല്ലോ. ഒരു പ്രൈവറ്റ് കേസിൽ വന്നതിൻ്റെ അവരുടെ പ്രയർ അഡ്വക്കേറ്റ് ജനറൽ ബൈഹാർട്ടാണ്.
അപ്പോൾ അദ്ദേഹം തന്നെ ഇവരെല്ലാം കൂടി ഗൂഢാലോചന നടത്തിയിട്ടാണ് ആ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. ആ കേസിൽ നിന്ന് CBI എൻക്വയറി വരാതിരിക്കാൻ വേണ്ടി മാക്സിമം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ശ്രമിക്കും എന്നുള്ളതാണ് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. സമയത്തിന്റെ പരിമിതി കൊണ്ട് മാത്രം ഞാൻ ഇടപെടുന്നു. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ഡോക്ടർ ബിജു രമേശ്, ഒപ്പം ഡോക്ടർ മാത്യു കുഴൽനാടൻ, ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ശ്രീ JR പത്മകുമാർ, ശ്രീ J അജിത് കുമാർ.